ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന 1000 നാമങ്ങളിലൂടെ അതിന്റെ നാമാർത്ഥങ്ങളിലൂടെ നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോ ഇത് പറയുന്നത്. ലളിതാ സഹസ്രനാമം അപ്പോ നമ്മള് അതിന്റെ എന്താ പറയാ ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ആമുഖം പോലെയാണ് നമ്മളിപ്പോ പറഞ്ഞു വരുന്നത്. ഇതിനുശേഷം നമുക്ക് 14 അധ്യായമായിട്ട് അതിനെ തിരിക്കുകയും അതിലെ ഓരോ നാമങ്ങൾക്ക് നമ്മൾ അർത്ഥം നോക്കുകയും ചെയ്യും. അപ്പൊ ഇന്ന് നമുക്ക് ലളിതാ സഹസ്രനാമം, അതായത് എല്ലാ മന്ത്രങ്ങൾക്കും ഒരു ബേസ് ഉണ്ട്. എന്താണ് ഈ ലളിതാ സഹസ്രനാമത്തിന്റെ എന്താ പറയാ ഒരു ന്യാസങ്ങള്? ഇപ്പൊ ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ഈ കലിയുഗത്തില് നമ്മള് എന്താ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗണപതിയും ചണ്ഡികയുമാണെന്ന് പറയുന്നു, ദുർഗ. അപ്പോ നമുക്ക് അതുപോലെ തന്നെ അപ്പൊ ദേവി ദുർഗ എന്ന് പറയുന്നത് ലളിതാ ദേവിയുടെ വേറൊരു ഭാവം തന്നെയാണ്. അപ്പോ ദേവിയെ പല രീതിയിൽ ദുർഗാ സപ്തശതിയിൽ അറിയുന്ന പോലെ തന്നെ ലളിതാ സഹസ്രനാമത്തിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള എന്താ പറയാ ദേവിയുടെ പല ഭാവങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പൊ ലളിതാ സഹസ്രനാമം, അപ്പൊ എല്ലാ മന്ത്രങ്ങൾക്കും ഒരു ബേസ് ഉണ്ട്. അപ്പൊ അതിന്റെ ന്യാസത്തെ കുറിച്ചാണ് ഇനിയിപ്പോ നമ്മൾ നോക്കുന്നത്. ഇപ്പൊ തുടക്കം എന്നൊന്നുണ്ട്. ബേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം, ആരംഭം, അല്ലെ? അതിനെയാണ് നമ്മൾ ബീജം എന്ന് പറയുന്നത്. ഇപ്പൊ ലോകത്തില് ഏത് പിറവി എടുത്താലും അതിന് ബീജം വേണം, അല്ലെ? ബീജം എന്ന് പറഞ്ഞാൽ വിത്ത് അഥവാ വിത, അത് വേണം. ഇപ്പൊ മനുഷ്യൻ മാത്രമല്ല, ജന്തുജാലങ്ങള്, സസ്യങ്ങള് എല്ലാറ്റിനും വേണം ബീജം. ബീജം എന്നാല് അണ്ടവും വേണം. ഇത് രണ്ടും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ ഒരു പുതിയ പിറവി ഉണ്ടാവുള്ളൂ. അപ്പൊ അണ്ടം എന്നാല് പ്രപഞ്ചം, അതായത് മാറ്റർ. എനർജി എന്ന് പറഞ്ഞാല് ബീജം, അപ്പോ ശക്തി. അപ്പോ ശാസ്ത്രത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ഒന്നും പുതിയതായിട്ട് ഉണ്ടാകുന്നില്ല. അപ്പൊ ഉള്ളതിൽ കൃഷി ഇറക്കി ഉണ്ടാക്കി എടുക്കണമെന്ന് മാത്രം. അപ്പൊ ഇത് തന്നെയാണ് നമ്മള് പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത്, അതിന്റെ പരിപാലനം എന്ന് പറയുന്നത് എല്ലാം തന്നെ ഈ ഒരു പ്രക്രിയയാണ്. അപ്പൊ ഇരിക്കുന്ന ഭൂമിയിൽ വിത ഇറക്കി ജീവജാലങ്ങളെ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുകയാണ് ഇപ്പൊ പ്രകൃതി ചെയ്യുന്നത്, അല്ലെ? ജീവജാലങ്ങളെല്ലാം പ്രകൃതിയാണ് ഉണ്ടാക്കുന്നത്. ഒരു കാലത്തില് ദേവലോകത്തിൽ മാത്രമേ പിറവി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷമാണ് ദേവ അസുര യുദ്ധങ്ങള് നടന്നത്. അപ്പോ ആ ഒരു ദേവാസുര യുദ്ധം എന്ന് പറഞ്ഞാൽ അത് സദാ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നല്ലതും ചീത്തയും എപ്പോഴും ചേരില്ല, അല്ലെ? നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എന്ന് നമ്മൾ പറയും. അപ്പൊ അത് കാരണം ഈശ്വരന്റെ ആ ഒരു ലക്ഷ്യം നടക്കുന്നില്ല. സദാ ദേവാസുര യുദ്ധം നടന്നുകൊണ്ടേയിരിക്കണു. താൻ ഉണ്ടാക്കിയവരെല്ലാം തന്നെ സദാ പരസ്പരം കലഹിച്ച് ഇങ്ങനെ ഭിന്നിച്ചു കഴിയുമ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് പരാശക്തിയാകുന്ന മഹാമായയെ സമീപിച്ചുവെന്നും, കുട്ടികളില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ, സദാ ദുഃഖമില്ലല്ലോ, അതുകൊണ്ട് മനസ്സ് നിയന്ത്രിച്ച് എല്ലാം നേടാൻ കഴിയുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മനുഷ്യകുലം ഉണ്ടായത്. മനു, ശതരൂപ എന്ന് പറയുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായി. അവര് വഴി ഈ പ്രപഞ്ചത്തില് ധാരാളം പ്രജകൾ ഉണ്ടായി. എല്ലാവർക്കും സത്യവും ധർമ്മവും പറഞ്ഞു കൊടുത്തു. അപ്പൊ ദേവി തന്നെയാണ് അവിടെ ഗുരുരൂപേണ സംസ്ഥിത. അപ്പൊ ആ ഒരു ദേവിയുടെ പരാശക്തിയുടെ ഉപദേശങ്ങളെല്ലാം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ആ ഒരു സത്യത്തെ എങ്ങനെ പരിപാലിച്ച് ധാർമ്മികമായിട്ട് എങ്ങനെ ജീവിക്കണം, ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പൊ അനേക ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ഇത് കൊണ്ടുള്ള മഹത്വം, ആ ഒരു മഹത്വമുള്ള ഒരു ജന്മമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ജീവിച്ച് കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ജന്മത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുള്ളൂ. അതായത് ബ്രാഹ്മണനാകണം. എന്താ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാല്? ബ്രഹ്മസത്യത്തെ അറിയണം എന്നർത്ഥം. അപ്പോ സവർണനായിട്ട് ജീവിച്ച് അതിപ്പോ ജാതി മതം ഒന്നുമില്ലെങ്കിലും നമുക്ക് ബ്രഹ്മത്തെ അറിയാൻ സാധിക്കും, ഇല്ലേ? അതിനാണ് നമ്മൾ ബ്രഹ്മജിജ്ഞാസ വേണമെന്ന് പറയാനുള്ളത്. ഇപ്പൊ ദേവൻ, ഋഷി, മഹർഷി, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ത് വേണമെങ്കിലും ആകാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരെല്ലാം പുതിയ തലമുറയെ ആശീർവദിച്ചു. അങ്ങനെ ജനിച്ച ഉത്തമ ജീവികളെയാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത്. ഇതിന് കാരണമായിരുന്നത് ബീജവും അണ്ടവുമാണ്. പ്രപഞ്ചമാകുന്ന അണ്ടത്തില് തന്റെ ശക്തിയെ
കയറ്റി മനുഷ്യജന്മങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ മരങ്ങള്, പഴങ്ങള്, വെജിറ്റബിൾസ്, വിവിധങ്ങളാകുന്ന സാധനങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ മനുഷ്യന് ഏറ്റവും നന്നായി ജീവിക്കാനുള്ള എല്ലാ പൊരുളും ഈ പ്രപഞ്ചത്തില് ഭഗവാൻ ഉണ്ടാക്കി വെച്ചു, ഇല്ലേ? ദേവി ഉണ്ടാക്കി വെച്ചു. നവരസങ്ങള്, സുഖങ്ങള് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉണ്ടാക്കി. ദേവന്മാർക്ക് ഒരേ ആഹാരം മാത്രമേ ഉള്ളൂ, യജ്ഞമായിട്ട് സമർപ്പിക്കുന്നത് മാത്രമാണ് ദേവന്മാരുടെ ആഹാരം. മനുഷ്യന് ആണെങ്കിലോ 32 പല്ലുകളുണ്ട്, 32 തരത്തില് ഭക്ഷണം കഴിക്കാനുള്ള അവസരം മനുഷ്യനുണ്ട്. ഷോഡശ സംസ്കാരത്തിലെ പ്രധാന ഉപചാരം അന്നപ്രാശമാണ്, അല്ലെ? അപ്പൊ മരിക്കുന്നത് വരെ അന്നം കഴിക്കാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ ഓറ, അതായത് ഊർജം, ചൈതന്യമാണ്, എല്ലാവരെയും അത് ആകർഷിക്കും. അപ്പൊ ശരീരം വിരൂപമായിരിക്കും, പിന്നെയാണ് ശരീരമാകുന്ന പിണ്ടത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അതിനെ നന്നായിട്ട് വളർത്താനുള്ളതൊക്കെ കൊടുക്കും. അപ്പൊ ഊർജത്തെ ഊർജ ചൈതന്യത്തെ പിന്നെ പതുക്കെ പതുക്കെ മറക്കാൻ തുടങ്ങും. ഇപ്പൊ ബീജം എന്ന് പറഞ്ഞാല് ആ ഒരു ആ ബീജം ശരിക്കും പറഞ്ഞാൽ മറന്നു എന്ന് പറഞ്ഞാൽ എന്താ? പിണ്ടത്തെ ഓർക്കും, നമ്മളെ ബീജത്തെ മറന്നു പോകും. അപ്പോൾ നമ്മളെ പിണ്ടമായിട്ട് തന്നെ ഇരിക്കും. പിണ്ടം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന സ്ഥൂല ശരീരം, ചൈതന്യമല്ലാതായിട്ട് തീരും. ആ ശരീരത്തെ ശുദ്ധിയാക്കാൻ, അതായത് ബീജാക്ഷരങ്ങൾ ഉണർത്തി ചൈതന്യവത്താക്കണമെന്ന് പറയണു. അപ്പൊ ചൈതന്യത്തെ ഉണർത്തി ഒരു കവചം ഉണ്ടാക്കണം. അങ്ങനെയാണ് നമുക്ക് ന്യാസം എന്ന് പറയുന്ന പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ തുടങ്ങുന്നത്. ഏത് മഹാമന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ഈവൻ ലളിതാ സഹസ്രനാമം പോലെയുള്ളത് ജപിക്കുമ്പോഴെല്ലാം തന്നെ ന്യാസം ചെയ്യുന്നത് വളരെ വളരെ പ്രയോജനപ്പെടും. കാരണം ഈ പിണ്ട ശരീരത്തില് ഇരിക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന ചൈതന്യത്തെ ഉണർത്തുവാനാണ് ന്യാസങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഓം എന്ന് പറയുന്ന പ്രണവ അക്ഷരമാണ് ശരിക്കും പറഞ്ഞാണ് തത്വം, അതായത് അതിന്റെ ബേസ്. പുരുഷൻ എല്ലാമായിരിക്കുന്നത് ഈ പറയുന്ന ഓംകാരമാണ്. അതിനെ നമുക്ക് ശിവതത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് ശക്തി. അപ്പൊ ഓം പ്ലസ് ബീജം പ്ലസ് പിണ്ഡം, ഇതിനെയാണ് നമ്മൾ ചൈതന്യം എന്ന് പറയുന്നത്. അപ്പോ ആദ്യത്തേത് പ്രണവം, പിന്നെ മഹാശക്തി, അടുത്തത് ബീജാക്ഷരം എന്ന് പറയുന്ന ബീജം. അപ്പൊ ബീജാക്ഷര ന്യാസം എന്ന് പറഞ്ഞാല് പിണ്ടത്തെ ചൈതന്യമാക്കുന്ന പ്രക്രിയയാണ്. അപ്പൊ ശരീരത്തെയാണ് നമ്മൾ പിണ്ടം എന്ന് പറയുന്നത്. അത് ശക്തിയായിട്ട് വളരും. ഇപ്പൊ നമ്മൾ ഓം ഐം ബീജം, ഓം സൗ ശക്തി, ഓം ക്ലീം കീലകം, ഇങ്ങനെ നമ്മൾ സ്പെസിഫിക് സ്ഥലങ്ങളിൽ ആവാഹനം ചെയ്തിട്ടാണ് നമ്മൾ ഈ അക്ഷരങ്ങളെ എന്താ പറയാ ചാർജ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ ബീജത്തിന് ശക്തി വേണം, ശക്തി ഒരിടത്തിരിക്കണം, അവിടെ ഇരുന്ന് കീലകം ചെയ്ത് അത് ഉറപ്പിക്കണം, ആണി വെച്ച് കെട്ടി അതിനെ വളർത്തിയെടുക്കണം എന്നർത്ഥം. അപ്പൊ അത് തന്നെയാണ് മന്ത്രം, ബീജം, ശക്തി, കീലകം. ഇപ്പൊ പ്രപഞ്ചം. അപ്പൊ പ്രപഞ്ചം എന്ന് പറഞ്ഞാല് ഒരു അത്ഭുത സ്ഥലമാണ്. കാരണം മൃഗങ്ങൾക്ക് നമ്മളെക്കാൾ ശരിക്കും പറഞ്ഞാല് ആ ഒരു സെൻസിറ്റീവ് ആണ്. മനുഷ്യന് കാണാനും കേൾക്കാനും പറ്റാത്ത എത്രയോ രഹസ്യങ്ങള് മറഞ്ഞു കിടക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തില്. ആ ശക്തികളൊക്കെ 7 കോടി മന്ത്രങ്ങൾക്കുള്ളിൽ മറഞ്ഞാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഹ്രീം എന്ന് പറയുന്ന ഒറ്റ മന്ത്രത്തിന് തന്നെ എല്ലാറ്റിന്റെയും ആദിശക്തിയാണ് പൂർണ്ണമായിട്ട് ഒളിഞ്ഞിരിക്കുന്നത്. ഒരു ജന്മത്തില് 2000 അല്ലെങ്കിൽ 2000 മുതൽ 4000 മന്ത്രങ്ങൾ വരെ മാത്രമേ ഒരു മനുഷ്യന് അറിയാൻ സാധ്യമാകൂ. അപ്പോ അറിയാത്തത് എത്രയെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. 7 കോടി അല്ലെ, 7 കോടി മന്ത്രങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അപ്പൊ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ക്യാപ്സ്യൂൾസ് ആണ്, അല്ലെ? നമ്മൾ വിറ്റാമിൻ ഒക്കെ കഴിക്കുമ്പോൾ ഒരു ക്യാപ്സ്യൂൾ കഴിക്കുന്ന പോലെ മന്ത്രം എന്ന് പറയുന്നത് എല്ലാം തന്നെ ക്യാപ്സ്യൂൾസ് ആണ്. അത് അറിയാനുള്ള താക്കോല് അത് മനസ്സാണ്. കാരണം ഋഷികള് മനസ്സ് ജയിച്ചവരെയാണ് നമ്മൾ ഋഷിമുനിമാരെന്ന് പറയുന്നത്. ശരീരമാകുന്ന ആ ഒരു ചിന്ത പ്രപഞ്ചത്തിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ഈ താക്കോല് കൊണ്ട് എങ്ങനെ തുറക്കണമെന്ന് പഠിക്കണം. ഇപ്പൊ മനസ്സിനെ അറിയണം. ഇപ്പൊ ഹ്രീം എന്ന് പറയുന്ന മഹാമന്ത്രം, അതിന് 4 മാത്രകളാണ്. അകാരം എന്ന ശിവനാണ്, രകാരം പ്രകൃതിയാണ്, വികാരം ശക്തിയാണ്. ഇനി ഇതിനകത്ത് ഈം എന്ന് പറയുന്ന ഒരു നാദം, അല്ലെ? നാദം ഇവിടെ ആ ഒരു ബിന്ദു കല. ഇപ്പൊ പരബ്രഹ്മം, നാദബ്രഹ്മം, അല്ലെ? ഇപ്പൊ ഓം എന്ന് പറഞ്ഞ ആ പ്രപഞ്ചം അത് മായാഭഗവതിയുടേതാണ്. ഭുവനങ്ങളെല്ലാം തന്നെ മഹാമായയുടെ കയ്യിലാണ്. അകാരം എന്ന് പറയുന്ന ശിവൻ, രകാരം എന്ന് പറയുന്ന പ്രകൃതി, ഈ എന്ന് പറയുന്ന ശക്തി, ഈം എന്ന് പറയുന്ന നാദം. ഇതാണ് ഹ്രീം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ചതുർവേദങ്ങള് വന്നിരിക്കുന്നത് ഇതിൽ നിന്നാണ്. ഇപ്പൊ നാമരൂപങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ശരീരത്തിൽ സ്ഥാപിക്കണം.
അപ്പം ഐം ഹ്രീം ശ്രീം ക്ലീം അല്ലെ, ഗ്ലൗം ഹൗം ഗമ്മ, ഇതെല്ലാം തന്നെ ബീജാക്ഷരങ്ങളാണ്. ഓരോന്നും ഓരോ ദേവതയ്ക്കുള്ളതാണ്. നമുക്കറിയാം, വിശ്വാമിത്രൻ എന്ന് പറയുന്ന ആ ഋഷി ഇടുപ്പ് വരെ ജലത്തിൽ നിന്ന് തപസ് ചെയ്താണ് ഗായത്രി മന്ത്രത്തെ പ്രപഞ്ചത്തില് ആവാഹിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത് ലോകത്തിന് സംഭാവന ചെയ്തത്. നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന മന്ത്രമാണ് ഗായത്രി. അപ്പോ ഓരോ എന്താ പറയാ, ബീജാക്ഷരങ്ങളും ഓരോ ദേവതയ്ക്കുള്ളതാണ്. ഇതില് ഋഷി, ഛന്ദസ്, ദേവത, ഇതൊക്കെയാണ് ആദ്യം വരുന്നത്. ഇപ്പൊ ഋഷി എന്ന് പറഞ്ഞാല് മന്ത്രത്തെ ദർശിച്ച ആൾ, പശ്യന്തി തലത്തില്, അല്ലെങ്കിൽ ക്രിയേറ്റർ. മന്ത്രം പ്രപഞ്ചത്തിൽ നിന്നാണ് ആവാഹനം ചെയ്തെടുക്കുന്നത്. മനസ്സ് വഴി അത് പ്രാണൻ, വായു വഴി ഇത് ലോകത്തിന് കൊടുക്കുന്നു. ഋഷി എന്ന് പറഞ്ഞാൽ ശിരസ് അല്ലെ, നമ്മൾ ശിരസിലാണ് ഋഷിയെ വന്ദിക്കേണ്ടത്. അത് ഗുരുസ്ഥാനാണ്, അത് ഉയർന്ന സ്ഥാനം. അപ്പോൾ ശിരോപത്മം. അപ്പൊ കപടമില്ലാത്തവരാണ് ഋഷിമാര്, കാരണം ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അപ്പോ ആ ഒരു 12 വർഷം ജലത്തിൽ നിന്ന് മന്ത്രസാധന ചെയ്തിട്ടാണ് ഓരോ ഋഷിമാർക്കും ഓരോന്ന് ലഭിക്കുന്നത്. അവർ ചിലര് ഏകാന്തത്തിലിരിക്കും, ചിലര് പഞ്ചാഗ്നി മധ്യത്തിൽ നിൽക്കും. അങ്ങനെ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് മന്ത്രത്തിന്റെ ദർശനം ഉണ്ടാകുന്നത്. അപ്പൊ അതിന് കൃഷ്ണാകരണം എന്നാ പറയുന്നത്. അപ്പൊ തപസ് കൊണ്ട് നമുക്ക് ചൂടുണ്ടാകണു. ഇപ്പൊ ബാക്ടീരിയ ആ ഒരു നെഗറ്റീവ് ഫോഴ്സ് ഒക്കെ അടുത്ത് വരാതിരിക്കാനാണ് അവര് ശരിക്കും പറഞ്ഞാല് ജലത്തിൽ നിൽക്കുന്നത്. അവരുടെ ശരീരത്തിന് ചൂടുണ്ടാവും, അത് തണുപ്പിക്കണം അല്ലെ. ഇപ്പൊ ശരീര താപത്തില് നെഗറ്റിവിറ്റി ഒന്നും അടുത്ത് വരില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു ഋഷിയുടെ DNA നമ്മളുമായിട്ട് പതുക്കെ പതുക്കെ കണക്ട് ചെയ്യാൻ തുടങ്ങും. കാരണം ആ ഋഷിയെ ഓർമ്മിക്കുമ്പോൾ നമ്മളും ആ ഋഷി പരമ്പരയിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പൊ ഈ ഋഷിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നന്മ നമ്മുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഋഷി നമസ്കാരമാണ് അല്ലെ. ഋഷിക്ക് വണക്കം അല്ലെ. ആ ഋഷിയെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ ഏതിലോട്ട് പ്രവേശിക്കാൻ. ഇനി അടുത്തതായിട്ട് രണ്ടാമതായിട്ട് ഛന്ദസ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ അതിനെ മീറ്റർ അല്ലെങ്കിൽ വെലോസിറ്റി എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ പവർ അല്ലെങ്കിൽ ശക്തി. ഇപ്പൊ വായു കൊണ്ട് പറയുന്നതാണ് ശക്തി അല്ലെ. ഓഷ്ടം എന്ന് പറഞ്ഞാല് ഓഷ്ടം അധരം ചേർത്ത് വാക്കുകൾ പുറത്തേക്ക് വരണം. ഇപ്പൊ സനകൻ, സനന്ദൻ, സനാതനൻ, സനത് കുമാരനൊക്കെ ദക്ഷിണാമൂർത്തി ഭഗവാന്റെ മുമ്പില് മൗനത്തിലൂടെയാണ് അവർക്ക് ഉപദേശം കിട്ടിയത്. ഓഷ്ടം എന്ന് പറഞ്ഞാൽ മേൽചുണ്ടാണ്, അത് ആകാശത്തെ റെപ്രസെന്റ് ചെയ്യണു. അധരം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അപ്പൊ ഇവിടെയാണ് എല്ലാം നടക്കുന്നത്, ഇതിന്റെ ഇടയ്ക്കല്ല, ഇൻ ബിറ്റ്വീൻ. അപ്പോ ഈ മന്ത്രത്തിന്റെ ആ ഒരു മഹാശക്തിയെ നമ്മൾ മെഷർ ചെയ്യണം. അതിന് അനേക എന്താ പറയാ, മന്ത്രത്തിന് അനേക ഛന്ദസ്സുകളുണ്ട്. ഗായത്രി ഛന്ദസ്സുണ്ട്, അനുഷ്ടുപ്പുണ്ട്, പങ്ക്തിയുണ്ട്. അപ്പൊ ഇങ്ങനെ പല ഛന്ദസ്സുകളുണ്ട്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ വൈഷ്ണവ മഹാമന്ത്രം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വൈഷ്ണവ ഷോഡശാക്ഷരി എന്ന് പറയുന്നത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോ ആകാശം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഓഷ്ടമാണ്, അധരം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് അല്ലേ. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം ലളിത വിഷ്ണു സഹസ്രനാമങ്ങൾ എല്ലാം തന്നെ മാലാമന്ത്രങ്ങളാണ്. ഇതിനകത്ത് നമ്മളിപ്പം പിണ്ടം എന്ന് പറഞ്ഞാൽ ഏകാക്ഷരത്തെയാണ് പിണ്ടം എന്ന് പറയുന്നത്. ഏകാക്ഷരം ശരിക്കും പറഞ്ഞാൽ ഓം അല്ല, ഓ. അതില് ആ ഓ എന്ന് പറയുന്നതാണ് ഏകാക്ഷരം. 2 മാത്രകള്. കത്രി എന്ന് പറഞ്ഞാല് 3, 2 മുതൽ 3 വരെ ഉള്ള 9 വരെയുള്ള അക്ഷരങ്ങൾ ചേരുന്നതിനെ നമ്മൾ ബീജം എന്ന് പറയും. 10 മുതൽ 20 വരെ ഉള്ളതിനെ മന്ത്രം എന്ന് പറയും. 20-ന് മുകളിലുള്ളതിനെ നമ്മൾ മാലാമന്ത്രങ്ങൾ എന്ന് പറയും. 2 മാത്രങ്ങള് കത്രി, 3 മുതൽ ഉള്ളത് 9 വരെ ഉള്ളത് ബീജം, 10 മുതലുള്ള 20 വരെ ഉള്ളതിനെ നമുക്ക് മന്ത്രം. ഇപ്പൊ 20-ന് മുകളിലുള്ള എല്ലാം മാലാമന്ത്രങ്ങളാണ്. 5 ഡിവിഷനാണ് മന്ത്രത്തിനുള്ളത്. അപ്പൊ ഛന്ദസ് എന്ന് പറയുന്നത് അധരം എന്ന് പറഞ്ഞാൽ അശുദ്ധമാണ്. അവിടെ തൊട്ട് കഴിഞ്ഞാൽ മനസ്സ് മാറും എന്ന് പറയണു. അപ്പൊ മൂക്കിന് താഴെ തൊടുന്നതായിട്ട് നമ്മൾ ഭാവിക്കണം ഛന്ദസ് എന്ന് പറയുമ്പോൾ. മൂക്കെന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധിയായിട്ട്, ആ ഒരു ബുദ്ധിയായിട്ട് ശക്തിയായിട്ട് മൂക്കിൽ ഈശ്വരൻ ബുധനായിട്ട് ഇരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ആ ഒരു ചെറിയ ജീവികൾക്ക് പ്രധാനം എന്താണ്, ശബ്ദ, സ്പർശം, ഗന്ധം ജീവികൾക്ക് പ്രധാനമാണ് അല്ലെ. അവരതുകൊണ്ടാണ് അറിയുന്നത്. അപ്പൊ ഛന്ദസ് എന്ന് പറഞ്ഞാല് അധരം, മണം അല്ലെ, അത് വളരെ പ്രധാനമാണ്. അപ്പോ ആദ്യം നമ്മൾ ഋഷിയെ വണങ്ങി, അടുത്തത് ഛന്ദസ്, ഏത് മീറ്ററിലാണ് നമ്മൾ മന്ത്രം പറയുന്നത്. ഇനി അടുത്തതോ ദേവത. ദേവത എവിടെയാണ് ഇരിക്കുന്നത്, ഹൃദയ കുഹരത്തിൽ അല്ലെ, ഹൃദയ മധ്യത്തില്. അപ്പോ ഹൃദയം എന്ന് പറഞ്ഞാല് എന്താ പറയാ, ആ ഒരു കാരണം
എന്ന് പറയുന്നത് ഹൃദയം മാത്രമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രാൻസ്ഫറബിൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അല്ലേ ഇവിടെയാണ്, ഇവിടെ നിന്നാണ്. അപ്പൊ ഹൃദയ പത്മം. അപ്പൊ നമ്മുടെ രക്തം ശുദ്ധമാകുന്നത് എല്ലാം തന്നെ എവിടെയാണ്? നമ്മുടെ ഹൃദയപത്മത്തിലാണ് നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ദേവത ഇരിക്കുന്നതെന്നും പറയാറുണ്ട് അല്ലെ. ചിന്താമണി ഗ്രഹമൊക്കെ നമ്മൾ ഹൃദയത്തിൽ പറയും, അത് കഴിഞ്ഞ് ശിരസിലും പറയും. ഹൃദയപത്മം എന്ന് പറഞ്ഞാൽ ദേവതയുടെ സ്ഥാനം. ലളിതാ സഹസ്രനാമത്തില് 3 കൂടങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ത്രികൂടമാണ്, ത്രികൂടാത്മികയാണ് ദേവി. ആദ്യത്തേത് ബാല, രണ്ടാമത്തേത് കാമേശ്വരി, മൂന്നാമത്തേത് ലളിത. അപ്പോ ആ ഒരു എന്താ പറയാ, വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം. അപ്പൊ ദേവിയുടെ ത്രികൂട ഭാവന ഇത് ശക്തിന്യാസമായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. ശരീരത്തിൽ തൊട്ടാ മതി. അപ്പൊ പഞ്ചദശാക്ഷരിയില് 5, 6, 4 ഈ 3 മാത്രകളെ തുടങ്ങുന്ന മന്ത്രങ്ങൾ നമുക്ക് അങ്ങനെ ഭാവന ചെയ്യാം. അപ്പൊ കാതി മന്ത്രം ഇങ്ങനെ ചെയ്യാം നമുക്ക്, ഇല്ലെങ്കിൽ ഏത് മന്ത്രം വെച്ച് നമുക്ക് ന്യാസം ചെയ്യാം. ഐം ഹ്രീം ശ്രീം വെച്ച് ചെയ്യാം, ഐം ഹ്രീം ക്ലീം ചാമുണ്ടായെ വിച്ചെ വെച്ച് ചെയ്യാം, പഞ്ചദശാക്ഷരി വെച്ച് ചെയ്യാം, ഏത് മന്ത്രമാണ്, ബാലാമന്ത്രം വെച്ച് ചെയ്യാം. ഏത് മന്ത്രം എടുത്താലും നമുക്ക് അത് വെച്ച് ന്യാസം ചെയ്യാം. അപ്പൊ അതിന്റെ ആദ്യത്തേത് ബീജം, രണ്ടാമത്തേത് ഛന്ദസ്, പിന്നെ ദേവത ഇല്ലേ. അപ്പൊ ദേവത നമ്മുടെ ആ ഒരു വിരലുകള് ഹൃദയത്തിൽ തൊട്ടിട്ടാണ് നമ്മൾ ദേവതയെ എന്താ പറയാ തൊട്ടാണ് ദേവത പറയുന്നത്. അപ്പൊ ഈ വിരലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ 5 വിരലുകളെ പഞ്ചഭൂതങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് കൈകളിലെ പഞ്ചശക്തികൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. തള്ളവിരല് നമുക്ക് 2 പാർട്ടീഷൻ ഉണ്ടല്ലേ, തള്ളവിരലിന്റെ 2 നടുക്കൊരു വരയുണ്ട്. അപ്പൊ അതിനെ ശിവനും വിഷ്ണു എന്നാ പറയുന്നത്. 12 രാശികള് തിഥികള് എല്ലാം കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ കരന്യാസം ചെയ്യുമ്പോൾ നമ്മൾ നവഗ്രഹ രാശി തിഥി ദോഷങ്ങളെല്ലാം തന്നെ മാറിപ്പോകുന്നു പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വിരലുകൾ കൊണ്ട് ന്യാസം ചെയ്യുന്നതിന് ഇത്രയും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് പിന്നെ ഉള്ളത് എന്താ? ആദ്യമായിട്ട് ബീജം. ഇനി ബീജം എന്ന് പറഞ്ഞാൽ നാഭിയിൽ തൊടണം. നാഭി പത്മത്തിലാണ് ബീജം ഇരിക്കുന്നത് അല്ലെ, അംബിലിക്കൽ കോഡ്. അതിനെയാണ് നമ്മൾ DNA എന്ന് പറയുന്നത്. അപ്പൊ ക്രോമസോംസ് എല്ലാം തന്നെ എവിടെയായിരിക്കുന്നത്? അമ്മയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു പൊക്കിള് അല്ലെ. അപ്പൊ നാഭി പത്മമാണ്. ജനിച്ച 7-ാം ദിവസമാണ് ഈ പറയുന്ന അംബിലിക്കൽ കോഡ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ആ പൊക്കിൾ കൊടി വീണു പോകുന്നത്. അതാണ് അമ്മയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. 7 തലമുറ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതെല്ലാം ഈ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പണ്ട് ഇതിനെ ഇത് എന്താ പറയാ ഈ ഒരു പൊക്കിൾ കൊടിയെ കുഴലിലാക്കി കഴുത്തിൽ കെട്ടാറുണ്ട്. കുഞ്ഞിന്റെ രക്ഷയായിട്ട് കെട്ടും. കാരണം അത് പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നാ പറയുന്നത്. അപ്പൊ കുഞ്ഞിന്റെ പ്രഥമ ഊർജ ശക്തി അല്ലെങ്കിൽ ബീജശക്തി കിട്ടിയത് ഈ അംബിലിക്കൽ കോഡ് വഴിയാണ്. ഇപ്പൊ സാമുദ്രിക ശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ ഈ പൊക്കിൾ കൊടി നോക്കി ശരീരം മൊത്തം പറയാൻ സാധിക്കും പണ്ടത്തെ കാലത്ത്. അപ്പൊ ആണും പെണ്ണും പൊക്കിള് മറയ്ക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ട്. ഈ പൊക്കിൾ എന്നത് പറയുന്നത് 5 പഞ്ചഭൂത ശക്തിയും ജനിക്കുമ്പോൾ തന്നെ ഉള്ള നവഗ്രഹ ശക്തി, അതായത് 9 + 5 14 എണ്ണം ചേർന്നതാണ്. ഒരു വ്യക്തിയുടെ ജാതകം പൊക്കിൾ ബീജസ്ഥാനം ആയിട്ട് പറയാറുണ്ട്. ഇപ്പൊ ബ്രഹ്മജ്ഞാനം ലഭിക്കാനാണിത്. ആദിശേഷ പെരുമാളിന്റെ പൊക്കിൾ കൊടിയിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത് ഇല്ലേ. നമുക്കറിയാം ആദിശേഷനായിരിക്കുന്ന ആ ഒരു 5 തലയുള്ള പഞ്ചഭൂതം എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന 5 തലയുള്ള ആദിശേഷന്റെ പുറത്താണ് മഹാവിഷ്ണു ശയിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പൊക്കിൾ കൊടിയിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത് അല്ലെ. അപ്പോ ബ്രഹ്മത്തെ നമ്മൾ അറിയണം, ബ്രഹ്മത്തെ ഉണരണം. ഇപ്പൊ ബീജത്തിലൂടെ ശക്തി എന്ന് പറയുമ്പോൾ ആ ഒരു ഗുഹ്യഭാഗത്ത് തൊടണം. ശക്തി എന്ന് പറഞ്ഞാൽ ബീജം, ശക്തി, കീലകം. ഇനി അടുത്തത് 3 എണ്ണമാണ്. അപ്പൊ ശക്തി എന്ന് പറയുമ്പോൾ ഗുഹ്യഭാഗം, അതായത് ഗുദമധ്യത്തില് തൊടണം. അത് നമുക്ക് അറിയാം മൂലാധാരം ഇല്ലേ. ആ ഒരു 2 ദ്വാരങ്ങൾക്കിടയിലായിട്ടുള്ള സ്ഥലത്തെയാണ് നമ്മൾ മൂലാധാരം എന്ന് പറയുന്നത്. അപ്പൊ ശക്തി എന്ന് പറഞ്ഞാൽ അവിടെയാണ്. കീലകം എന്ന് പറയുമ്പോൾ പാദത്തിൽ തൊടണം. അപ്പൊ പാദങ്ങൾ ലോക്ക് ചെയ്യണം. അപ്പൊ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുക എന്നർത്ഥം. അതായത് ആ ഒരു ഇമ്മൂവബിൾ ആയിട്ട് അനങ്ങാതെ ഇരിക്കുക. അങ്ങനെ നവദ്വാരങ്ങളും നമ്മുടെ ഈ ശരീരത്തിലെ നവദ്വാരങ്ങളും അശുദ്ധമാണ്. എല്ലാത്തിൽ കൂടിയും നമുക്ക് വൃത്തികെട്ട വസ്തുക്കളാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം അല്ലേ. പ്രപഞ്ചത്തിൽ നിന്നും ആ ഒരു അസ്ത്രം വരുന്ന പോലെ പ്രകാശം വരുമ്പോൾ ശരീരം അനക്കാതെ സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കണം എന്നർത്ഥം. അപ്പൊ ബീജം വലത് കൈ, ശക്തി ഗുദം, കീലകം ഇടത് കൈ. അപ്പൊ ഇങ്ങനെ ഗുരുപരമ്പര പറഞ്ഞു തരുന്ന പോലെ വേണം നമ്മൾ ഈ ന്യാസങ്ങൾ ചെയ്യാനായിട്ട്. അത് ഗുരുപരമ്പര നടന്ന വഴിയാണ്.
അപ്പോ ബീജത്തിന് നമുക്ക് പൊക്കിളി തൊടുന്ന വലത് കൈ, ശക്തി എന്ന് പറയുന്നത് ഗുദത്തിൽ തൊടുക, കീലകം എന്ന് പറഞ്ഞ ഇടത് കൈ കൊണ്ട് നമ്മുടെ പാദങ്ങളെ തൊടുക. അപ്പോ ലളിത ഉപാസനയില് ഗുരുവാക്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗുരുപരമ്പരയിലൂടെ ദേവിയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ ഷഡ് ശക്തികൾ എന്നാല് നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കണം. അപ്പൊ ഷഡ് വൈരികളെ കൊല്ലാനായിട്ട് ഷഡംഗന്യാസം ചെയ്യുന്നത്. കാരണം നമുക്കറിയാം കാമക്രോധ ലോഭ മോഹാദികളെല്ലാം തന്നെ നമ്മുടെ 6 ചക്രങ്ങളിലാണ് കുടികൊള്ളുന്നത്. അപ്പൊ ഈ ഷഡംഗന്യാസം കൊണ്ട് നമുക്ക് ഈ പറയുന്ന ശത്രുക്കളെ, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക്, നമ്മൾ ആരാണെന്നുള്ള സത്യം അറിയുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്ന ആ ശക്തികളെ നമുക്ക് ഇല്ലാതാക്കാം. അങ്ങനെ ഷഡംഗന്യാസം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ദേവത, ശിരസിൽ ഋഷി, ഛന്ദസ്സിൽ ഓഷ്ടം, ഛന്ദസ് ഓഷ്ടത്തിലെ ഹൃദയം. അപ്പൊ 3 വിരൽ കൊണ്ട് തൊടണം. ചൂണ്ടുവിരൽ, മധ്യമ, അനാമിക. ഹൃദയ ഗുഹയിൽ തന്നെ തൊടണം. കാരണം എന്താണ്? ആ ഒരു ചെറിയ വിരൽ, അതായത് അതിനെ നമുക്ക് മാറ്റർ അല്ലെങ്കിൽ ബോഡി എന്ന് പറയാം. അനാമിക എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, മധ്യമ എന്ന് പറഞ്ഞാൽ മനസ്സാണ്, ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് അതിനെ വ്യാഴം, അതായത് ആ ഒരു മാറ്റർ, ജീവാത്മ, ജൂപ്പിറ്റർ. വ്യാഴം എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ, അതിനെ ജീവാത്മ എന്ന് പറയാം. തള്ളവിരൽ എന്ന് പറയുന്നത് പരമാത്മ. ചെറിയ വിരല് ഭൂമി, അതായത് പച്ച ഹരിത നിറം, ബുധൻ. ശരീരം അനാമിക എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഇന്റലക്ട്, അറിവ്, ജ്ഞാനം, അമൃതം. അപ്പൊ സൂര്യൻ എല്ലാം പറയാം. മധ്യമ മനസ്സ്. ശനീശ്വരൻ എന്ന് പറയുന്നത് വളരെ വളരെ ദൂരെ ഇരിക്കുന്ന, നമ്മുടെ ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയാണ് ശനീശ്വരൻ. അപ്പോ നമ്മളത് ആ മനസ്സ് കണ്ടുപിടിക്കാത്ത രഹസ്യമാണത്. ഇപ്പൊ ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു അറിവോടെ ജീവിക്കുന്ന ജീവൻ. അപ്പൊ അറിവ്, ജീവാത്മാ. അപ്പൊ ഈ 3 വിരലും കൊണ്ട് നമ്മൾ ഹൃദയം തൊടണം. ഇനി ശിരസിൽ തൊടുമ്പോഴാണെങ്കിലോ അനാമിക, മധ്യമ കൊണ്ട് തൊടണം. ഇപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? സത്സംഗം അല്ലെ, പോസിറ്റീവ് ടോക്ക് എന്നർത്ഥം. അപ്പൊ ഊർധ്വഗതി തരണു. അപ്പൊ ശിരസിൽ തൊട്ട് നമ്മൾ ഗുരുവിനെ വന്ദിക്കുകയാണ്. അവിടെ ഇന്റലക്ട് അല്ലെങ്കിൽ ആ മനസ്സ് ഇവയെ ഉയർത്തി നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകണം എന്നർത്ഥം. ഇനി ശിഖ എന്ന് പറഞ്ഞാൽ കുടുംബ. ശരിക്കും നമ്മൾ ആ ഒരു റൗണ്ട് അബൌട്ട്, നമ്മൾ എന്താ പറയാ, തലയിൽ ഒരു ചുഴി ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ അതിന്റെ 3 ഇഞ്ച് താഴെ അവിടെയാണ് ശിഖ എന്ന് പറയുന്നത്. ശിഖ എന്ന് പറഞ്ഞാൽ കുടുംബ അല്ലെ. അപ്പൊ കുണ്ടലിനി സഹസ്രാരത്തിൽ വന്ന് ദ്വാദശാന്ത പെരുവഴി വന്ന് അവിടെ ഇരിക്കുന്ന സദാശിവന്റെ അടുത്ത് വന്ന് ചേർന്ന് കറങ്ങി അത് തിരിച്ചു പോകും. ആ വഴിയാണ് നമ്മൾ ശിഖ എന്ന് പറയുന്നത്. ശിഖ വയ്ക്കുന്നവര് ജനിക്കുമ്പോഴുള്ള മുടി കളയാറില്ല. കാരണം അത് ദർഭപ്പുല്ലാണ്. ദർഭപ്പുല്ലെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിനെയും ശുദ്ധമാക്കുന്നത് അല്ലെ. നമ്മൾ എല്ലാ കർമ്മത്തിലും ദർഭ ഉപയോഗിക്കുന്നത് ശുദ്ധമാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ശിവദ്വാരത്തില് ശിവശക്തി സംയോഗം നടക്കുന്നു പറയണു. ശിഖ ദർഭപ്പുല്ലിന് സമമാണ്. തള്ളവിരല് ശിഖയിൽ തൊടണം, പവിത്രമായിരിക്കുന്നതെന്ന് അർത്ഥം. അടുത്തതായിട്ട് എന്താ? കവചായ ഹും അല്ലെ. ഇപ്പൊ ഐം ഹ്രീം ശ്രീം പറയണമെങ്കിൽ നമ്മൾ പറയാം ഐം കവചായ ഹും. ദേവതയുടെ ആ ഒരു കരുണാകടാക്ഷം. 5 വിരലുകള് എന്താ പറയാ, ആ ഒരു വന്നിട്ട് 2 തോളിലും ക്രോസ് ആയിട്ട് തൊടണം. അപ്പൊ അങ്കുശമുദ്ര സാധാരണ കാണിക്കുന്ന 5 വിരലുകൾ ചേർന്നിട്ടാണ് അല്ലെ. അപ്പൊ കവചം എന്ന് പറയുമ്പോൾ ഇടത് കൈ വലത് തോളില്, വലത് കൈ വെളിയിലിരിക്കുന്ന ഇടത് കൈയുടെ അകത്ത് പോണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ കവചം, അതായത് മന്ത്രം കൊണ്ട് നമുക്കൊരു പോർച്ചട്ട, ഈ പ്രപഞ്ചമാകുന്ന ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ബാഹ്യമായിരിക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട്, ആന്തരിക ശത്രുക്കളുമുണ്ട്. അപ്പൊ എല്ലാവരും നമുക്കറിയാം, പോരാളികളെല്ലാം തന്നെ യുദ്ധത്തിന് പോകുമ്പോൾ പോർച്ചട്ട ധരിക്കാറുണ്ട്. ഇതിനെയാണ് കവചം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ മന്ത്രങ്ങളാകുന്ന കവചത്തെ ധരിച്ചുകൊണ്ടാണ് നമ്മൾ പൂജയ്ക്കിരിക്കുന്നത് അല്ലെങ്കിൽ മന്ത്ര ജപത്തിനിരിക്കുന്നത്. അടുത്തതായിട്ട് നേത്രത്രയായ വൗഷൻ. ഇപ്പൊ 3 നേത്രങ്ങളെ 3 വിരല് കൊണ്ട് തൊട്ട് ശുദ്ധം ചെയ്യണം. സൂര്യൻ പിങ്കള വലത് കണ്ണ്, ചന്ദ്രൻ ഇടാനാടി ഇടത് കണ്ണ്, മൂന്നാമത്തേത് അഗ്നി അല്ലെ, സുഷുമ്ന നെറ്റിക്കണ്ണ്. ജ്ഞാനം ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. 3 താപത്രയങ്ങളെ തീർക്കുന്നതാണ് ഈ നേത്രത്രയായ ഔഷധ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് അസ്ത്രമന്ത്രമാണ്. ഏത് നെഗറ്റീവ് ശക്തിയും തടുത്തു നിർത്തുന്നതാണ് അസ്ത്രമന്ത്രം. അതിന് ഒരു ഫെൻസിങ് ഉണ്ടാക്കണം, നമ്മുടെ ചുറ്റും ഒരു വേലി. അപ്പൊ തലയെ ചുറ്റി വരുന്നതാണ് ഈ അസ്ത്രമന്ത്രം. ഭ്രൂമധ്യത്തിൽ തുടങ്ങി 5 വിരലും ചുറ്റി വന്ന് നടുവിരൽ താഴത്തെ തള്ളവിരലിൽ തൊടണം. അപ്പൊ ചൂണ്ടുവിരൽ മധ്യമ വിരലുകളെ ഇടത്തെ കൈയിൽ അടിച്ച് ഭൂർ ഭുവ സുവ ഓം എന്ന് പറഞ്ഞ് ചുറ്റി വന്ന് അടിക്കണം.
അപ്പൊ ഭ്രൂമത്യം എന്ന് പറയുന്നത് സർവ്വാനന്ദമയ ചക്രമാണ്. അവിടെ ദേവി ഇരിക്കുകയാണ് ബിന്ദു രൂപത്തില്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ കുങ്കുമം വെക്കുന്നത്. ശിവശക്തി യോഗം അല്ലെ. അപ്പൊ ഭൂമി തത്വം, മുകളില് അഗ്നി തത്വം, അവിടെ വിഭൂതി നമ്മൾ ഇടുകയാണ്. അപ്പൊ കുങ്കുമം മഞ്ഞള് ദേവി തത്വമാണ്, വിഭൂതി എന്ന് പറയുന്നത് ശിവതത്വമാണ്. അപ്പൊ അതിനു മുകളിലാണ് നമ്മൾ ശൂന്യ തത്വം വരുന്നത്. അപ്പൊ അതിനു മുകളില് എന്താണെന്ന് ചോദിച്ചാല് സദാശിവ തത്വമാണ്. സദാശിവനാകുന്ന പലകയിലാണ് ദേവി ഇരിക്കുന്നത് അല്ലെ. നമ്മൾ സാധാരണ സൂര്യമന്ത്രം ഓം സൂര്യശ്ച മാം മന്വശ്ച എന്നുള്ള സൂര്യമന്ത്രം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് പറയുന്ന പോലെ ഭ്രൂമത്തില് നമുക്ക് അഗ്നിമന്ത്രങ്ങൾ ഇത് തന്നെ മമ പറയാൻ പറ്റും. കാരണം അവിടെ തന്നെയാണ് ഈ എല്ലാം എരിഞ്ഞടങ്ങുന്നത്. മനസ്സില്ലാതായി തീരുന്നത് ഭ്രൂമത്യത്തിലാണ്. അപ്പൊ ഭ്രൂമത്യം എന്ന് പറയുമ്പോൾ ഇട പിങ്കള സുഷുമ്ന ജോയിന്റ് ചെയ്തിരിക്കുന്നത് ഭ്രൂമത്യത്തിലാണ്. അവിടെയാണ് ആനന്ദം എന്ന് പറയുന്നത് അല്ലെ, ആനന്ദമയ ചക്രം. ഇപ്പൊ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി 3 ശക്തികൾ ചേരുന്ന സ്ഥലം. അപ്പൊ അതിനെയാണ് നമ്മൾ ഭ്രൂമത്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പുരസ്ചരണ ക്രിയയാണ്. ഇപ്പൊ മന്ത്രോപദേശം കിട്ടിക്കഴിഞ്ഞ മന്ത്രം അക്ഷരലക്ഷം ജപിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ അക്ഷരലക്ഷം എന്ന് പറഞ്ഞാൽ അക്ഷരം പ്ലസ് 1 ലക്ഷം. ഓരോ അക്ഷരങ്ങളും ഓരോ ലക്ഷം അല്ലെ, അങ്ങനെയാണ് അക്ഷരലക്ഷം. അതായത് ഇപ്പൊ പഞ്ചദശാക്ഷരി മന്ത്രമാണെങ്കിൽ 15 ലക്ഷം. ഇനി രണ്ടാമത് എന്ന് പറയുന്നത് ഈ ഒരു പുരസ്ചരണ ക്രിയയുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് 10-1 മന്ത്രം ഹോമം ചെയ്യണം. അതിൽ 10-1 നമ്മൾ അർഘ്യം. കാരണം അത് പിന്നെ ബ്രാഹ്മണ ഭോജനം, അതായത് ആ ഒരു തർപ്പണം, ഇതെല്ലാം അതിന്റെ 10-1 ചെയ്തു പോകണം നമ്മൾ. പിന്നെ ആ ഒരു തർപ്പണം എന്ന് പറയുന്ന ജലതർപ്പണമാണ്. അത് കഴിഞ്ഞിട്ട് മാർജനം 10-1 മാർജനം എന്ന് പറഞ്ഞാൽ ക്ലീനിങ്, അതായത് ശുദ്ധമാക്കുന്നത്. അപ്പൊ ഈ ലളിതാ സഹസ്രനാമത്തില് ശ്രീമാത സൃഷ്ടി, ശ്രീ മഹാരാജ്ഞി സ്ഥിതി, ശ്രീമത് സിംഹാസനേശ്വരി സംഹാരം, ചിദഗ്നികുണ്ട സംഭൂത, ശിവശക്തി ഐക്യ രൂപിണി തിരോധാനം, അത് പിന്നെ ശ്രീ ലളിതാംബിക എന്ന് പറഞ്ഞാല് അനുഗ്രഹം. ഈ 5 മന്ത്രങ്ങൾ എന്നും പറഞ്ഞാല് ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നു പറയണു. അപ്പോ ശ്രീമാത സൃഷ്ടി, ശ്രീ മഹാരാജ്ഞി സ്ഥിതി, ശ്രീമത് സിംഹാസനേശ്വരി സംഹാരം, ചിദഗ്നികുണ്ട സംഭൂത, ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക. അപ്പൊ ഈ 5 കൃത്യങ്ങൾ ഇതിനകത്ത് വന്നു. അപ്പൊ ഈ 5 കൃത്യങ്ങളാണ് ദേവിയുടെ പഞ്ചകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഈ 5 മന്ത്രങ്ങൾ പറഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നു പറയാറുണ്ട്. ഇവിടെ ഉപാസന ചെയ്ത് ദേവിയെ സാക്ഷാത്കരിച്ചവരെ, അതായത് യന്ത്ര മന്ത്ര തന്ത്രത്തിലൂടെ ദേവിയെ നേരിട്ട് സാക്ഷാത്കരിച്ചവരെ ദേവി വന്ന മരണസമയത്ത് മണിദ്വീപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു. മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത്. ഇതാണ് സത്യം. കാരണം അവര് ദേവി ഉപാസന, പ്രത്യേകിച്ച് ലളിതാ ഉപാസനയ്ക്ക് ഇങ്ങനെ ഒരു ഉയർന്ന തലം കൂടെ ഉണ്ട്. കാരണം ദേവിയെ സാക്ഷാത്കരിക്കണം. കാരണം എന്തിന്? ഈ യന്ത്രമന്ത്ര തന്ത്രത്തിലൂടെ. യന്ത്രം മന്ത്രം തന്ത്രം ഇല്ലേ, ശ്രീചക്രം പഞ്ചദശാക്ഷരി, അത് രണ്ടും കൂടെ കൂടി ചേർത്ത് ജപിക്കുന്ന ആ ഒരു തന്ത്രം. നമ്മുടെ ശരീരത്തിനുള്ളിൽ ദേവിയെ നമ്മൾ സാക്ഷാത്കരിക്കണം. ആ സ്വാത്മാഭിന്ന ലളിതാംബിക എന്ന്, നമ്മുടെ ആത്മാവും ദേവിയും ഒന്നാണ് എന്ന് സാക്ഷാത്കരിച്ചവരെ, സ്ഥിരീകരിച്ചവരെ ദേവി ആ ഒരു ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ആ ജീവനെ അമ്മ നേരിട്ട് വന്ന്, അമ്മയാണ് മക്കളെ കൊണ്ടുപോകുന്നത് അല്ലെ, അമ്മ നേരിട്ട് വന്ന് മണിദ്വീപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഇതൊരു സത്യവാക്കാണ്. അപ്പൊ ഇവിടെ ആ ഒരു ധർമ്മത്തിന്റെ പുണ്യത്തോടെ ജീവിച്ച ദേവി ഉപാസകര് ശരീരം വീണാലും അത് മൃത്യുലോകത്തില് കറങ്ങിത്തിരിയില്ല. ആ ഒരു ജീവൻ, കാരണം മരണജനനങ്ങൾ ഇല്ലാത്ത ഉയർന്ന തലങ്ങളിലേക്ക് യാത്രയാകും. ഇപ്പൊ ശങ്കര ഭഗവത്പാദര് തന്റെ കർമ്മങ്ങള് തീർത്ത് ശിവ ഐക്യത്തിനായിട്ട് വേണ്ടിയിട്ട് കേദാരത്തിലെത്തിയപ്പോ ആ ഒരു ശിവൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പുരാണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഔവ്വയാറെ നമ്മൾ വളരെ മുരുക ഭക്തയാണ് അല്ലെ. ഔവ്വയാർ ശിവലോകത്തിൽ ശിവൻ അമ്മേന്ന് വിളിച്ചാണ് എതിരേറ്റതെന്ന് പറയുന്നു. അപ്പൊ ദേവി ഉപാസകര് അതിലും ഉയർന്ന തലത്തില് എത്തിയവരാണ്. അതില് ഉയർന്ന തലത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ദേവി എന്ന് പറഞ്ഞ അൾട്ടിമേറ്റ് ആണ് അല്ലെ. അത് കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. ശിവനും ദേവിയും രണ്ടല്ല. ശിവൻ വേറെ, ദേവി കഴിഞ്ഞ് ശിവൻ എന്നല്ല. ശിവനും ദേവിയും ഒന്നാണ്. ദേവി തന്നെയാണ് നമ്മളെ ആ ജീവനെ ശിവന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അർത്ഥം. അപ്പൊ ശരിയായിട്ടുള്ള ഉപാസന ചെയ്യണം. തീവ്രമായിട്ട് വേണം അത് ചെയ്യാൻ. അപ്പൊ സ എന്നുള്ള അക്ഷരം, മാ എന്നുള്ള അക്ഷരം വളരെ പ്രധാനമാണ്. സ തുടങ്ങിയിട്ടുള്ള 8 മുതൽ 112 നാമം. സ പരാശക്തി, മാ പരബ്രഹ്മം. ഇപ്പൊ മൂർത്ത അമൂർത്ത ഭാവത്തിൽ ഇരിക്കുകയാണ്.
9 ചക്രേശ്വരികളുണ്ട്. ഇപ്പൊ കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത, അല്ലെ? കോടി യോഗിനികൾ ദേവിയെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ ദേവിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോ ആ ഒരു ദയ, ഭക്തി, ബഹുമാനത്തോടു കൂടി വേണം മനസ്സ വാച കർമ്മണ നമ്മള് പൂർണ്ണമായിരിക്കുന്ന സമർപ്പണത്തോടു കൂടി വേണം സങ്കല്പം ചെയ്യാൻ. ദേവി പഞ്ചയജ്ഞപ്രിയ, പഞ്ച ഉപചാരപ്രിയ, സദ്ഗതിപ്രദ, അല്ലെ? ഇതൊക്കെയാണ് വശിന്യാദികൾ പറയുന്നത്. വശിന്യാദികൾക്ക് അറിയാം ദേവി ആരാണെന്ന്. ഏത് ദേവതയാണ് ക്ഷിപ്രപ്രസാദികള് എന്ന് അറിയാം. അമൃത മുതല് ക്ഷമാദേവി വരെ ഉള്ള ദേവികള്, 64 കോടി ദേവതകള്, പാദം മുതൽ സഹസ്രാരം വരെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുക. ഈ ജപം ശരീരത്തെ പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യണു. സങ്കല്പം ചെയ്യുന്നത് എന്താണ്? മനസ്സുകൊണ്ടാണ്, അല്ലേ? അപ്പം 6 ട്രില്യൺ ലൈറ്റ് ഇയേഴ്സ് കൊണ്ടാണ് എത്താവുന്നതാണ് ബ്രഹ്മാണ്ടങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ശക്തി, അതായത് ഈ മണിദ്വീപത്തിലിരിക്കുന്ന ഭഗവതി. അതിന്റെ ആ അമ്മയുടെ അടുത്തേക്ക് മനസ്സ് ഭാവനയിലൂടെ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കൂ, അല്ലെ? ഇപ്പൊ പ്രകാശം, ഭൂമി, ചന്ദ്രൻ, ബുധൻ, ശനി, ഇവയ്ക്കെല്ലാം തന്നെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ആ ദൂരം അനുസരിച്ചാണ് നമ്മള് ഗ്രഹങ്ങളുടെ പൊസിഷൻ പറയുന്നത്. അപ്പൊ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് എന്താ? അവിടുന്നാണ് നമുക്ക് ദേവി അതിനൊക്കെ അപ്പുറത്തിരിക്കുന്ന ശക്തിയാ, അല്ലെ? അപ്പൊ മനസ്സ് ഇതിനൊക്കെ അപ്പുറത്ത് വേഗത്തിൽ സഞ്ചരിച്ചെത്തണം. അതുകൊണ്ട് മനസ്സെന്ന് കൊണ്ടാണ് നമ്മുടെ ദേവിയുടെ അടുത്തെത്താൻ ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുന്നത്, ഒരു കമ്മിറ്റ്മെന്റ്. അമ്മയുടെ അടുത്തെത്തി ഞാൻ ഇത് ചെയ്യും, ഇല്ലേ? അപ്പൊ ആ ഒരു മന്ത്രത്തിലൂടെ മാത്രമേ നമുക്ക് അവിടെ എത്താം. മനസ്സുകൊണ്ട് മന്ത്രത്തിലൂടെ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ദേവിയോടുള്ള ഒരു പൂർണ്ണ സമർപ്പണമാണ് അവിടെ. അപ്പൊ അത് എന്ത് ചെയ്താലും ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യും, ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യും. അങ്ങനെ ആ കർമ്മങ്ങളെല്ലാം, ആ കർമ്മം ക്രിയ ഒക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്കൊരു സങ്കല്പം വേണം, അല്ലെ? മാമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര, എന്റെ ദുരിതങ്ങളൊക്കെ മാറണം, എനിക്ക് അമ്മയുടെ അടുത്ത് എത്തിച്ചേരണം, ഇല്ലേ? അപ്പൊ ആ ഒരു തലത്തിൽ നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ആ ഒരു പൂർണ്ണമായിരിക്കുന്ന കമ്മിറ്റ്മെന്റ് നമ്മുടെ മന്ത്രത്തോടും നമ്മുടെ ദേവതയോടും ഉണ്ടായിരിക്കണം. എങ്കിലും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് ഒരു ദിവസം ചെയ്ത് 10 ദിവസം ചെയ്യാതിരിക്കാനുള്ള, ജീവിതം മുഴുവനും നമുക്ക് ശ്രീവിദ്യ ഉപാസകര് ദേവിയെ തന്നെ സ്മരിച്ചുകൊണ്ട് ദേവിയുടെ ആ ഒരു ന്യാസങ്ങള്, മന്ത്രജപങ്ങള്, ഛന്ദസ്, ഋഷി, ദേവത, ഇതിനെ എല്ലാം സ്മരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ പടിയും ചവിട്ടി ആ ഒരു അനേക കോടി ബ്രഹ്മാണ്ട ജനനിയായിട്ടിരിക്കുന്ന ആ മണിദ്വീപത്തിലിരിക്കുന്ന അമ്മയുടെ അടുത്ത് എത്തിച്ചേരാൻ സാധ്യമാകൂ. അപ്പോ ബുദ്ധസന്യാസിമാര് പുലികളെ സാത്വികമായിട്ട് പൂച്ചയെ പോലെ വളർത്തി അവസാനം ജലത്തിൽ വേറൊരു പുലിയുടെ പ്രതിബിംബം കാണിച്ച് ആ ശബ്ദം കേൾപ്പിച്ചിട്ടാണ് അവിടെ പുലിയാണെന്ന സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തത്. അതുപോലെ നമ്മൾ എല്ലാവരും അനേക ജന്മവാസനകള്, നമ്മളിലെ ശിവത്വത്തെ മറച്ചു കളഞ്ഞു. നമ്മൾ അതുകൊണ്ട് അത് മറന്നുപോയി, അല്ലെ? ഈ യന്ത്രമന്ത്ര തന്ത്ര സാധനകൾ കൊണ്ട് ആ ഒരു കഴുകി അഴുക്ക് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ സ്വസ്വരൂപ ദർശനം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് ബാഹ്യ നടനം നടത്തുന്ന മനസ്സിനെ അന്തർമുഖമാക്കാനാണ് നമ്മൾ ഈ സാധന ചതുഷ്ടയങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അമൃത എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത നില. ഇപ്പൊ ദേവിയുടെ അനുഗ്രഹം, അല്ലെ? സർവ ആനന്ദമയ ചക്രത്തില് ഇരുന്ന ഗുരുരൂപിണിയായിട്ട് ഒരു നമ്മുടെ സർവാനന്ദമായ ചക്രത്തിൽ 2 സൈഡിൽ ശിവനും ശക്തിയും ഇരിക്കുകയാണ്. അർദ്ധനാരീശ്വര സങ്കല്പം, നടുക്ക് ബിന്ദു. ഇപ്പൊ ഭ്രൂമധ്യത്തില് അതിൽ നിന്ന് 2 സൈഡിലേക്ക് ഒരു നേർവര വരും. ഭ്രൂമധ്യത്തിന്റെ സൈഡിക്കു നമ്മുടെ പുരികത്തിന്റെ മുകളിലൂടെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ എവിടെയാ എത്തിച്ചേരുന്നത്? ആ നേർവര ആ മുകളിൽ യോജിക്കുന്ന ഒരു ത്രികോണം വരും, അല്ലെ? മുകളിൽ അത് യോജിപ്പിച്ചാൽ അതൊരു ത്രികോണം പോലെ വരും, അല്ലെ? അപ്പൊ ഇരുവശത്തുമുള്ള ആ ഒരു ബ്രഹ്മ കുംഭങ്ങളിൽ എന്താ നിറച്ചു വെച്ചിരിക്കണെന്ന് വെച്ചാൽ പരാമൃതം, അല്ലെ? 2 ഞരമ്പുകള്, അതായത് നമ്മുടെ ചെവിയുടെ ആ മുകൾ ഭാഗത്തായിട്ട് 2 നെർവ്സ് ഉണ്ട്, അത് വന്ന് അവസാനിക്കുന്നത്. ആ ത്രികോണം നമ്മുടെ നെറ്റിയിൽ തന്നെ ഒരു ത്രികോണം ഉണ്ട്. ഈ ഒരു ചെവിയുടെ മുകളിലുള്ള കുംഭങ്ങളിലാണ് പരാമൃതം, അതായത് ഇറ്റേണൽ ബ്ലിസ് എന്നൊക്കെ പറയും, അത് നിറച്ചു വെച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ കയ്യിലെ മധ്യമ വിരലും അനാമികയും ചേർത്ത് ശുക്ലാംബരധരം വിഷ്ണു എന്ന് പറഞ്ഞ് ആ ഒരു തട്ടുമ്പോ ആ മനസ്സ് നിശ്ചലമാകും. അപ്പൊ ഉള്ളിൽ ഒരു എക്കോ, ഒരു പ്രതിധ്വനി കേൾക്കും. അപ്പൊ അനാഹത ആ ഒരു
അനുഗ്രഹ പ്രവാഹം നമ്മുടെ ഉള്ളിൽ നിറയും. ഇതാണ് നമ്മൾ ഗണപതിക്ക് നെറ്റിയുടെ ഇരുവശത്തും ആ തട്ടുന്നതിന്റെ ഒരു പൊരുള്, അല്ലേ? നമ്മള് എന്താ പറയാ, ഗണാനാം ത്വം ഗണപതി ഗും ഹവാമഹേ എന്നൊക്കെ പറഞ്ഞ് ഗണപതി ഏത് മന്ത്രം ചെയ്താലും ഭഗവാനെ എന്താ ആ ഒരു പ്രസന്നവദനം ധ്യായേ സർവ വിഘ്നോപശാന്തേ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവ വിഘ്നോപശാന്തയെ. അപ്പൊ ഭഗവാനെ പ്രസന്നവദനം, നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന വദനം ധ്യാനിക്കണം. ഈ ഉപചാരം ചെയ്യുമ്പോൾ ഗണപതിയുടെ അനുഗ്രഹം വേണം, ഇല്ലേ? അനേക ഗണങ്ങൾ ചേർന്നതാണ് ഈ ശരീരം, ഇല്ലേ? ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാ? അനേക ഗണങ്ങൾ കൊണ്ടാണ്. അതിനൊരു പതി, അതിനൊരു തലൈവൻ, അല്ലേ? അപ്പൊ അണ്ടവും ബീജവും 46 മുതൽ 76 മണിക്കൂറിനുള്ളിൽ ഒരുമിച്ച് ചേർന്ന് പല ഗണങ്ങളെ ഉണ്ടാക്കി തീർത്തിട്ടാണ് ഈ ശരീരം എന്ന് പറയുന്ന രൂപം എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഗർഭാധാന സമയത്ത് ഉണ്ടാകുന്ന ഞാൻ എന്ന് പറയുന്ന ആളിനെയാണ് നമ്മൾ പതി, അതാണ് ഗണപതി. ഇപ്പൊ ലോകത്തിലെ എല്ലാ ജീവരാശികളുടെയും അച്ഛനും അമ്മയും ശിവപാർവതിമാര് തന്നെയാണ്. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും ശിവപാർവതികളാണ്, അല്ലെ? അപ്പൊ അതിൽ നിന്ന് വേറൊരു ജീവൻ വരുമ്പോ അണ്ടത്തിൽ നിന്ന് ധാരാളം ഗണങ്ങളെ എടുക്കും. അപ്പോൾ ആ ഒരു ഉപാസനാ ബലമുള്ള അച്ഛനമ്മമാർക്ക് അതുപോലെ തന്നെ ഉയർന്ന ഗണങ്ങളുടെ പതിയെ ആ ഒരു പുതിയ ജീവന്റെ കൺട്രോളറായിട്ട് ലഭിക്കും. ആ ഗണപതിയാണ് നമ്മൾ ശുക്ലാംബരധരം എന്ന് പറഞ്ഞ് ബ്രഹ്മകുംഭത്തില് തട്ടി ഉണർത്തി അനുഗ്രഹം വാങ്ങുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടദേവതയോട് സർവ വിഘ്നോപശാന്തയെ, ശാന്തി രൂപം ദേവി എങ്ങനെയായിരിക്കുന്നത്? ശാന്തമായിട്ടല്ലേ? ശാന്തിയാതീത കലാത്മിക. അപ്പൊ ആ ശാന്തിയെ എനിക്ക് തരണേ. ഇപ്പൊ ശുക്ലാംബരധരം വിഷ്ണു എന്ന സങ്കല്പത്തിൽ നമ്മളത് പറയണം. അപ്പോ നമ്മുടെ ആ ഒരു ചെവിക്ക് മുകളിലിരിക്കുന്ന ആ കുംഭങ്ങളില് 4 പ്രാവശ്യമാണ് നമ്മൾ തട്ടുന്നത്. എന്തിനാണ്? നമുക്ക് പൂർണ്ണമായിരിക്കുന്ന ശാന്തിക്ക് വേണ്ടി, ഇല്ലേ? അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി. ഇനി അടുത്തത് പ്രാണായാമമാണ്. പ്രാണായാമം മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ശക്തിയെ, അതായത് സൂര്യശക്തി, അതിനെ നമ്മൾ സ്പിരിച്വൽ പവർ എന്നൊക്കെ പറയാം, അതിനെ ഉയർത്തി ആ ഒരു സഹസ്രാരത്തിൽ പോയിട്ട് അത് തിരിച്ചു വരണം, അല്ലെ? ഷഡ്ചക്രങ്ങളുടെ ആ ഒരു ബ്ലോക്ക് ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥിയൊക്കെ ഭേദിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ? സങ്കല്പം. മാമോപാത്ത, ഞാൻ എന്ന് പറഞ്ഞ മാമോപാത്ത എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിനും, ഇവൻ ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം എല്ലാത്തിലും നമ്മൾ പറയുന്നത് മാമോപാത്ത. എന്താ? ഞാൻ അക്യൂമുലേറ്റ് ചെയ്തത്. ലോകത്തിലെ എല്ലാ ജീവരാശികളുടെയും അച്ഛനും അമ്മയും ശിവപാർവതിമാർ തന്നെയാണ്. നമ്മളുടെ അച്ഛനും അമ്മയും ശിവപാർവതികളാണ്. അതിൽ നിന്നും വേറൊരു ജീവൻ വരുമ്പോൾ അണ്ടത്തിൽ നിന്ന് ധാരാളം ഗണങ്ങളെ എടുക്കും. അപ്പൊ ഉപാസനാ ബലമുള്ള അച്ഛനമ്മമാർക്ക് അതുപോലെ ഉയർന്ന ഗണങ്ങളുടെ പതിയെ പുതിയ ജീവന്റെ കൺട്രോളറായിട്ട് ലഭിക്കും. ആ ഗണപതിയാണ് നമ്മൾ ശുക്ലാംബരധരം പറഞ്ഞ് ബ്രഹ്മകുംഭത്തിൽ തട്ടി ഉണർത്തി അനുഗ്രഹം വാങ്ങുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടദേവതയോട് സർവ വിഘ്നോപശാന്തയെ, ശാന്തി രൂപത്തിലിരിക്കുന്ന ദേവി, ആ ശാന്തിയെ എനിക്ക് തരണേ അമ്മ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ ശുക്ലാംബരധരം വിഷ്ണു സങ്കല്പത്തിൽ എപ്പോഴും പറയണമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അടുത്തതായിട്ട് പ്രാണായാമമാണ്. പ്രാണായാമം മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ശക്തി, അതായത് സൂര്യശക്തി, അതിനെ സ്പിരിച്വൽ പവർ, അതിനെ ഉയർത്തി സഹസ്രാര പത്മത്തിൽ പോയി തിരിച്ചു വരണം. ഷഡ്ചക്രങ്ങളുടെയും ബ്ലോക്സ് അത് ഇല്ലാതാക്കണം. അടുത്തത് വാമോപാത്ത, അതായത് എല്ലാ ദേവി മഹാത്മ്യത്തിലെ ലളിതാ സഹസ്രനാമത്തിലെ വിഷ്ണു സഹസ്രനാമം ഏത് വായിക്കുമ്പോഴും നമ്മൾ ആദ്യം പറയാറുള്ള സെന്റൻസ് ആണ് മാമോപാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്ന, മാ ഉപാത്ത, അതായത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന, അതായത് എല്ലാ കർമ്മങ്ങളും വാസനകളും അത് എന്റെ അഹന്ത, അല്ലെ? ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്താ? ഞാൻ എന്ന് പറയുന്ന എന്റെ ശരീരം കൊണ്ട് ചെയ്തു എന്ന് പറയുന്ന അഹന്ത, കർമ്മം എല്ലാം തന്നെ അത് എന്റെ മൈ ഓൺ എഫേർട്ട്. എന്നാലേ ആ ഒരു പാപ ഭണ്ഡാരം നമുക്ക്, ആ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പാപം എന്താ? ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധം കൊണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം, ഈശ്വരന്റെ നിശ്ചയമല്ല ഞാനാണ് എന്നുള്ള ആ ബോധം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാപങ്ങൾ. മമ ഉപാത്ത. അപ്പൊ സമസ്ത ദുരിതക്ഷയദ്വാര, ദുരിതമുക്തി വരുത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, സങ്കല്പം ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ദ്വാരക എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാല് ആ ഒരു ദ്വാരക എന്ന് പറഞ്ഞാൽ മുക്തിയുടെ വഴി, ദ്വാരം, ഇല്ലേ? ആ ഒരു ദുരിതദ്വാര, മായ ഇല്ലാതായിരിക്കുന്ന സ്ഥലമാണത്. ഇവിടെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാല് അവിടെ കാല് വെച്ച ദുരിതം എല്ലാം മാറും, അല്ലെ? മധുര എന്ന് പറഞ്ഞ ഭഗവാന്റെ മധുര എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖങ്ങൾ കൊടുക്കണു. ദ്വാരക എന്ന് പറഞ്ഞാല് ഭഗവാൻ ഉള്ളിടത്തേക്ക് പ്രവേശിക്കണം. അപ്പൊ ഭഗവാൻ ഭക്തർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ദ്വാരക.
അപ്പോ ആ ഉമാമഹേശ്വര പ്രീത്യർത്ഥം, അല്ലെങ്കിൽ എന്താ പറയാ, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, ദേവി പ്രീത്യർത്ഥം, ലളിതാ പരമേശ്വരി പ്രീത്യർത്ഥം, അല്ലെ? അപ്പോ അതിന്റെ എയിം ഓഫ് പൂജ, എന്തിനാണ് ഞാൻ ഈ പൂജ ചെയ്യുന്നത്, എന്തിനാണ് അമ്മയുടെ മന്ത്രം ജപിക്കുന്നത്? മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാൽ ത്രായതേ. അപ്പൊ മനസ്സുകൊണ്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? മാമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര. എനിക്ക് ഈ ദുരിതങ്ങൾ വരാൻ കാരണം എന്താ? കാരണം ഈ ഒരു ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധം, ഇല്ലേ? അഹം കരിഷ്യാമി, അത് ഞാനല്ല ചെയ്യുന്നത്, ഭഗവാനാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അത് ഇല്ലാതാക്കി തരണേ. അസുരന്മാർക്ക് നമ്മൾ 2 കൊമ്പുള്ളതായിട്ട് കാണാം, അല്ലേ? 5 പ്രാവശ്യം അവിടെ തട്ടുമ്പോൾ അഹങ്കാരം കൊമ്പില്ലാതാക്കുന്നു പറയാറുണ്ട്. അപ്പൊ യോഗികള് അമൃതകുംഭത്തെ ഇങ്ങനെ തട്ടാൻ കാരണം എന്താ? അവിടെയാണ് നമുക്ക് അഹങ്കാരം തലയില്, അല്ലെ? നമ്മൾ പറയും അഹങ്കാരം തലയ്ക്ക് പിടിച്ചു എന്ന്, അല്ലെ? അപ്പൊ ആ ഒരു അഹങ്കാരം ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ ആ ഒരു അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ഈശ്വരന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യണം. ഭഗവാനെ, അവിടുന്നാണ് എല്ലാത്തിനും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ഒരു ബോധം. അപ്പോ എന്താ പറയാ, അപ്പൊ അങ്ങനെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് ദ്വാരക എന്ന് നമ്മൾ കണ്ടു. ശിവമാർഗം എന്ന് പറഞ്ഞാൽ യമദ്വാരം കടന്നാല് ശിവലോകത്തിലേക്ക് എത്തുന്നതാണ് വിശ്വാസം. അപ്പൊ പരമേശ്വര പ്രീത്യർത്ഥം, പരമേശ്വരൻ എന്ന് പറഞ്ഞാല് പരബ്രഹ്മം. അപ്പൊ ശ്രീ ലളിതാ ത്രിപുരസുന്ദരി പ്രീത്യർത്ഥം, ലളിതാ മഹാത്രിപുരസുന്ദരി, അല്ലെ? ആരാണമ്മ? ഈ പ്രപഞ്ചം, പ്രപഞ്ചാതീതമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും ആ ഒരു ശിവാഭിന്നയായിട്ടിരിക്കുന്ന ദേവി. അമ്മയുടെ പ്രസാദം കിട്ടാനായിട്ട് ലളിതാ സഹസ്രനാമം പാരായണം കരിഷ്യേ. അപ്പൊ ഞാന് ഇതാ ഈ ലളിതാ സഹസ്രനാമത്തെ പാരായണം ചെയ്യുന്നു. അപ്പോ ആ ഒരു എന്താ പറയാ, ആ സങ്കല്പം നല്ല ഭംഗിയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ സമർപ്പണം അവിടെ വരുള്ളൂ. ഇനി അടുത്തത് എന്താണ്? കരന്യാസം. അപ്പൊ അങ്കുഷ്ടാഭ്യാം നമ. അപ്പൊ താഴെ നിന്ന് മുകളിലേക്ക്, ആത്മീകം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുകളിലേക്കുള്ള യാത്ര, മൂലാധാരത്തിൽ കിടക്കുന്ന ഒരു ജീവനെ സഹസ്രാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെ? ആത്മീകം, സ്പിരിച്വാലിറ്റി, ഉയരുക. പതിച്ചു കിടക്കുകയാണ് നമ്മൾ ഭൂമിയിൽ. ഈ ലോകങ്ങളെ എല്ലാം കടന്ന് നമുക്ക് ഊർധ്വ ലോകങ്ങളിലേക്ക് പോകണം, അല്ലെ? അപ്പോ ആ നമ്മൾ എന്താ പറയാ, ഈ ഒരു ഊർധ്വയാത്ര, അതിനെയാണ് നമ്മൾ കരന്യാസം. അപ്പൊ അങ്കുഷ്ടാഭ്യാം നമ എന്ന് പറയുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ആത്മീയ യാത്ര. അപ്പൊ ആൾകാട്ടി വിരൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ഒരു ചൂണ്ടുവിരല്. അപ്പൊ തർജനി, തള്ളവിരലിന്റെ താഴെ നിന്ന് മുകളിലേക്ക് അമർത്തി പോണം. അപ്പൊ ഐം അങ്കുഷ്ടാഭ്യാം നമ, ക്ലീം തർജനീഭ്യാം നമ, സൗഹു മധ്യമാഭ്യാം നമ. അപ്പൊ ഇത് ബാലാമന്ത്രമാണ്, അല്ലേ? ബാലാമന്ത്രം കൊണ്ട് നമ്മൾ ഇപ്പം ആ ഒരു കരന്യാസം ചെയ്യണം. ഐം അനാമികാഭ്യാം നമ, ക്ലീം കനിഷ്ഠികാഭ്യാം നമ. തള്ളവിരൽ വെച്ച് 4 വിരലും ആ ഒരു നവഗ്രഹങ്ങളിൽ 3 ഉണ്ട്. ഈ നമ്മുടെ ഈ വിരലുകളിലെല്ലാം 3 നമ്മുടെ ഈ വിരലുകളിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ തള്ളവിരൽ ഒഴിച്ച് ആ 3 സെറ്റ് വീതം 4 വിരലിൽ കൂടെ 12 ഗ്രഹങ്ങൾ. നമുക്ക് 12 രാശികളാണ് നമ്മുടെ ആ ഒരു എന്താ പറയാ, ഹൊറോസ്കോപ്പിൽ, അല്ലെ? ജാതകത്തില്. അപ്പൊ രാശികള്, പരമാത്മാവ് അതിനെ ശുദ്ധി ചെയ്യുന്നു എന്നർത്ഥം. പരമാത്മാവ് നമ്മുടെ സുഖദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം തരണം. ഇപ്പൊ ഭൂമിയുടെ അച്ചുതണ്ടാണ് തള്ളവിരലെന്ന് പറയാറുണ്ട്. അതിനെയാണ് നമ്മൾ അമൃത സമ്പാദനം എന്ന് പറയുന്നത്. അപ്പൊ ഇടത് കൈയിലെ തള്ളവിരല് ആ ഒരു എന്താ പറയാ, ബ്രഹ്മദണ്ഡം, വലത് കൈയിലെ തള്ളവിരല് പാലാഴി മഥനത്തിന്, ആ ഒരു എന്താ പറയാ, മന്ധര പർവ്വതത്തിനുള്ള തുല്യമായിട്ട് നമുക്ക് കാണണം. വിഷ്ണു കൂർമ്മമായിട്ട്, അതായത് അതിന്റെ അടിയിലിരിക്കുന്നു എന്ന് നമുക്ക് ഉണ്ട് എന്നുള്ള സങ്കല്പം. അപ്പോ എന്താ പറയാ, നമ്മുടെ സുഖദുഃഖങ്ങളിൽ നിന്ന്, സുഖത്തിൽ നിന്നും നമുക്ക് മോചനം വേണം. കാരണം സുഖവും നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കും. അതുകൊണ്ട് ആ സുഖദുഃഖങ്ങളിൽ നിന്ന് മോചനം തരണം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും ജനിക്കുന്ന ദിവസത്തെ ആ നക്ഷത്രത്തില് നമ്മൾ ജനനം എന്ന് പറയും. മരിക്കുന്നതിന് നമ്മൾ നക്ഷത്രം പറയാറില്ല, തിഥിയാ പറയുന്നത്. അപ്പൊ നക്ഷത്രം, ജനനം, തിഥി, മരണം. 9 ഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളും ആണ് ജീവിതം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഇവരാണ്, അല്ലേ? ഇപ്പൊ കരന്യാസം ചെയ്യുന്നവർക്ക് സുഖദുഃഖങ്ങൾ കുറയുന്നു പറയാറുണ്ട്. സുഖവും ജന്മത്തിന് കാരണമാണ്. ജീവാത്മാവ് പരമാത്മ പദത്തിൽ അടയണം. അപ്പോ സൗ കരതല കരപൃഷ്ടാഭ്യാം നമ. കാരണം പഞ്ചഭൂതങ്ങള്, നവഗ്രഹങ്ങള്, 12 രാശികളും ശുദ്ധമായി അകത്തും പുറത്തും നമ്മൾ 2 കൈ കൊണ്ടും പരസ്പരം തുറന്ന് ഇങ്ങനെ എന്താ പറയാ, തടവുന്നു. അപ്പൊ കരതല പൃഷ്ടാ. ഇപ്പൊ പഞ്ചഭൂതങ്ങൾ ശുദ്ധമായി, നവഗ്രഹങ്ങൾ ശുദ്ധമായി, 12 രാശികൾ ശുദ്ധമായി. അതുകൊണ്ടാണ് ഒരു ശ്രീവിദ്യ ഉപാസകന് പിന്നെ ജാതകം നോക്കണ്ടെന്ന് പറയാൻ കാരണം ആ ഒരു കംപ്ലീറ്റ് ഗ്രഹ നക്ഷത്ര രാശി പീഠ സ്വരൂപിണിയാണ് അമ്മ.
ഈ മന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ ശുദ്ധമായി ദിവസവും ചെയ്യുമ്പോൾ നമ്മുടെ ഈ വരുന്ന അടിഞ്ഞുകൂടിയിരിക്കുന്ന ഗ്രഹദോഷങ്ങളെല്ലാം തന്നെ ഇല്ലാതാകും. അപ്പോ ആ ഒരു കരതല പൃഷ്ഠം ശുദ്ധമായി എന്നർത്ഥം. ഇപ്പൊ നമ്മളെ മന്ത്രം ജപിക്കാൻ തുടങ്ങുന്നില്ലേ, പൂജ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇപ്പൊ ചക്ഷുദീക്ഷ, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, 3 നേത്രങ്ങൾ അല്ലെ. അപ്പൊ അംഗന്യാസം എന്ന് പറഞ്ഞാല് ഐം ഹൃദയായ നമ, ക്ലീം ശിരസേ സ്വാഹ, സൗഹു ശിഖായേ വഷൻ, ഐം കവചായ ഹും, ക്ലീം നേത്രത്രയായ വൗഷഡ്, സൗ അസ്ത്രായ ഫട്ട്. അപ്പൊ ഇടത് ഉള്ളംകൈ പോയ ജന്മം, അതായത് പൂർവ്വജന്മ പാപങ്ങൾ പോകാൻ വേണ്ടി വലത് കൈ ഇടത് കൈയിൽ അടിക്കണു അല്ലേ. അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മൾ രാമ രാമ പാഹിമാം എന്നൊക്കെ പറയാറില്ലേ, എങ്ങനെയാ നമ്മൾ കൈ തട്ടുന്നത് അതുപോലെ. മനുഷ്യന് തലക്കനം ആ ഒരു എന്താ പറയാ പാപം ചെയ്യുന്നതിനുള്ള ആസക്തി, കാമം, ഇതെല്ലാം തന്നെ മനുഷ്യന്റെ തലയിൽ ആ 2 കൊമ്പുകൾ പോലെ ഇരിക്കുന്നു. നമ്മളെ അസുരന്മാർക്കൊക്കെ കൊമ്പുകൾ കാണാറുണ്ട് അല്ലെ. കൊമ്പ് എന്നാല് മറ്റുള്ളവരുടെ എല്ലാം തല്ലി തകർക്കാനുള്ള ആഗ്രഹം എന്നർത്ഥം. ഈ കൊമ്പിനെ സങ്കല്പം കൊണ്ട് നമ്മൾ 5 പ്രാവശ്യം ശുക്ലാംബരധരം പറഞ്ഞ് ബ്രഹ്മകുംഭത്തിൽ തട്ടി മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി രണ്ടിനെ ഉണർത്തി ആ ഒരു എന്താ പറയാ നമുക്ക് ആ ഒരു ഉള്ളില്, അതായത് നമ്മുടെ ഉള്ളില് വിനയം, സ്നേഹം, ആ ഒരു കീർത്തി, മമത, ഇതൊന്നും വരാതിരിക്കാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. കാരണം വിനയം എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു സ്നേഹം, ഇത് നമുക്ക് സുഖവും ദുഃഖവും വേണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമുക്കിതെല്ലാം ഒന്നും നമ്മുടെ ശരീര സംബന്ധി മനസ്സംബന്ധിയാണ് ഇതെല്ലാം. അപ്പൊ ഈ കീർത്തി വേണ്ട, നമുക്ക് ആരോടും പ്രത്യേകിച്ച് മമത വേണ്ട, നമ്മൾ ആരോടും ഇല്ല. നമ്മുടെ ഉള്ളിൽ ഈശ്വരനാണെങ്കിൽ ആരോടാ നമുക്ക് വിനയം, ആരോടും കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഇതൊന്നും വരരുത്. കാരണം ഇതെല്ലാം വന്നു കഴിഞ്ഞാലും നമുക്ക് അതിലൊരു അഹങ്കാരം ഉണ്ടാവും, ഈ കൊമ്പുകൾ ഉണ്ടാവും. അപ്പൊ അതിനെ അടിച്ച് താഴ്ത്തിയിടണം. അത് മാത്രമല്ല അമൃതധാര ശരീരത്തിൽ വരണം. ഈശ്വരനാണ് എല്ലാം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാത്തിലും ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വികാരങ്ങളില്ല എന്നർത്ഥം. സൗഖ്യമായിട്ട് വാഴുക. അപ്പോ എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് മൃഗങ്ങളെ പോലെ പാപമാണ് കൊമ്പ്. മൃഗങ്ങൾക്ക് കൊമ്പെന്തിന്, അതിനെ രക്ഷിക്കാൻ, അതിന്റെ ശരീര രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. മൃഗങ്ങൾക്ക് ഉള്ളതുപോലെ മനുഷ്യന്റെ കൊമ്പെന്ന് പറയുന്നതാണ് അഹങ്കാരം. അപ്പൊ അസുരൻ എന്തായിട്ട് തീരണം, ദേവനായിട്ട് തീരണം. മനുഷ്യന് ഏതാകാനും പറ്റും. മനുഷ്യന്റെ മനസ്സുകൊണ്ട് നമുക്ക് അസുരനാകാൻ പറ്റും, ദേവനാകാനും പറ്റും. തന്റെ പ്രവൃത്തി, കർമ്മം. ഇപ്പൊ പൂജയില് നമുക്ക് എന്ത് വരം വേണമെങ്കിലും കിട്ടാം. അതുകൊണ്ട് അഹങ്കാരം വരാം, അതിനെ ഇല്ലാതാക്കണം. അപ്പൊ സഞ്ചിത പാപം എന്ന് പറയുന്നത് അനേക കോടി ജന്മങ്ങളിൽ ചേർത്ത് വച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഏത് പൂജയ്ക്കും ഒരു സിലബസ് ഉണ്ട്, ഇല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു രൂപരേഖയുണ്ട് ഇല്ലേ. അപ്പൊ നമ്മൾ ആരാണ്, ഹൂ ആം ഐ എന്ന് ചോദിച്ചാൽ ഞാൻ ശാന്തി നിറഞ്ഞ ആ ഒരു അനശ്വര ചൈതന്യമാണ് അല്ലെ. ഞാൻ ആരുടേതാണ്, ഞാൻ പരബ്രഹ്മത്തിൻ്റെതാണ് അല്ലെ, ആത്മസ്വരൂപമാണ്. ആരാണ് എൻ്റെ അച്ഛനും അമ്മയും, ആ എന്താ പറയാ, എൻ്റെ അച്ഛനും അമ്മയും സാക്ഷാത് ശിവപാർവതിമായ ആരാണ്, അവര് പരബ്രഹ്മ സ്വരൂപികളാണ് അല്ലെ. അപ്പൊ ഞാൻ ആത്മാവാണ്, ഈ ശരീരമല്ല. ഈ ബോധം നമുക്കുണ്ടായിരിക്കണം. ഒരു ജീവന് ഈ പറഞ്ഞാല് ഒരു എന്താ പറയാ, ഈ ബോധം കിട്ടിക്കഴിഞ്ഞാല്, അതായത് ഈ പൂജകളൊക്കെ ചെയ്യുന്നത്, കരന്യാസമൊക്കെ ചെയ്യുന്നത് എന്താ, നമുക്കൊരു ഈ എലിവേഷൻ കിട്ടാനാണ്, നമുക്ക് ഈ ബോധം ഉണ്ടാവാനാണ്. തന്റെ സ്വരൂപം ശിവനാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പൂജ, ബാഹ്യകർമ്മങ്ങൾ ഒന്നും പിന്നെ ആവശ്യമില്ല അല്ലെ. ശിവോഹം അഹം ശിവഹ ഭവാനി യവാഹം അസ്മി അല്ലെ, ഞാൻ ഭവാനിയാണ്. അപ്പൊ അതുവരെ ഒരു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ നമ്മൾ പോണം. ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഒരു അമീബ പല ജന്മങ്ങളിലൂടെയാണ് മനുഷ്യനായിട്ട് തീരുന്നത് അല്ലെ. പാപപുണ്യങ്ങള്, ആ ഒരു പാപപുണ്യങ്ങളെല്ലാം തന്നെ വഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ പാപപുണ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, അതിനനുസരിച്ചാണ് നമുക്കിവിടെ ജന്മം കിട്ടുന്നതെന്ന് അർത്ഥം. ഈ പാപപുണ്യങ്ങളെ വാസനയ്ക്കനുസരിച്ചാണ് നമുക്ക് കിട്ടുക. കാരണം പുണ്യത്തെക്കാൾ കൂടുതൽ പാപം ചെയ്യാനുള്ള ടെൻഡൻസി സാധാരണ മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് ഒരു പുണ്യകർമ്മം പോലും നമ്മുടെ 1000 പാപങ്ങളെ നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. അങ്ങനെ ഊർധ്വലോകങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും അല്ലെ. ശിവബോധം വന്നാല് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു. ആ ഒരു സഹസ്ര കോടി പാപങ്ങൾ ചെയ്താലും ഉപാസന, മന്ത്രജപം എല്ലാത്തിനെയും കത്തിച്ചു കളയും. ഏത് പൂജയും യഥാശക്തി കരിഷ്യേ. അപ്പൊ ശരീരത്തോടുള്ള ആ ഒരു സ്നേഹം, ആ സ്നേഹം കുറഞ്ഞ് നമ്മൾ ആത്മാവ് എന്താണെന്ന് നമ്മൾ അറിയണം ഇല്ലേ. ആത്മാവിനോട്, ആ അമ്മ, നമ്മൾ ആത്മസ്വരൂപിണിയായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അമ്മയെ അറിയണം. അപ്പൊ തള്ളവിരൽ എന്ന് പറഞ്ഞാല്
അങ്കുഷ്ടം ഇല്ലേ, അതിനെ പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി വിഷ്ണു കൂർമാവതാരം എടുത്ത് എല്ലാറ്റിനെയും സ്റ്റേബിളാക്കി നിർത്തി. എന്നിട്ട് അമൃതവും വിഷവും അല്ലെ രണ്ടും വന്നു. മറ്റ് പല സാധനങ്ങൾ വന്നു, നല്ലതും ചീത്തയുമായിട്ടുള്ള പല വസ്തുക്കള് പാലാഴി മഥനത്തിൽ വന്നു എന്ന് പുരാണം പറയുന്നുണ്ട്. അപ്പൊ തള്ളവിരല് ഇടത് കൈയിലെ ബ്രഹ്മദണ്ഡം എന്നാണ് പറയുന്നത്, അച്ചുതണ്ടാണ് അല്ലെങ്കിൽ ആക്സിസ്. അപ്പൊ ആ വിരല് ഇപ്പൊ വാസുകിയെ കെട്ടി കയറാക്കിയതുപോലെ ഇടത് വിരലിന്റെ ആ ഒരു ഇടത് വിരലിന്റെ മുകളില് വലത് തള്ളവിരൽ കൊണ്ട് ചുറ്റും. അപ്പൊ നമുക്ക് പൂജയിൽ അമൃതം കിട്ടും എന്ന് പറയുന്നു. വലത് കൈ ഇടത് കൈക്കുള്ളിൽ വച്ച് വലത് തുടയില്, അതായത് കൂർമാസനം ഇളകാത്തത് ആ ഒരു വെച്ച് വേണം നമ്മൾ സങ്കല്പം ചെയ്യേണ്ടത്. ഇടത് തുട എന്ന് പറഞ്ഞാൽ കാമമാണ്, വലത് കൈ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എനർജിയാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ വലത് തുടയിൽ ഇരുത്താവൂ എന്ന് പറയും. പുരുഷന്മാര് പെൺകുട്ടികളെ ഇടത് തുടയിൽ ഇരുത്താൻ പാടില്ല എന്ന് പറയും. വലത് തുടയില് ഇടത് കൈ വെച്ച് അതിന്റെ തള്ളവിരലിനെ വലത് കൈ കൊണ്ട് ചുറ്റി എടുക്കണം. അപ്പൊ വലത് കൈ ആത്മപ്രദക്ഷിണം ചെയ്തു എന്നർത്ഥം. അതുപോലെ പാലാഴി മഥനം ചെയ്ത് മനസ്സിനെ മതിച്ച് അമൃതം നല്ലതും ചീത്തയും വരും. അപ്പൊ അതെല്ലാം തന്നെ ഭഗവത് കൃപയ്ക്കായിട്ട് നമ്മൾ സ്വീകരിക്കണം. പൂജയില് ഭക്തിലോപം, ക്രിയാലോപം, ദ്രവ്യലോപം, കർമ്മലോപം എല്ലാം വന്നു ചേരും. അപ്പൊ ഒരു പൂജ നമുക്ക് നല്ലത് മാത്രമേ തരുള്ളൂ ഇല്ലേ എന്ന് നമുക്ക് ഈ ഒരു എന്താ പറയാ ഇങ്ങനത്തേക്കുള്ള എന്താ പറയാ ലോപങ്ങള് ഈ പൂർണ്ണമായിരിക്കുന്ന ശുദ്ധി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 100% ഫലം നമുക്ക് പൂജയിൽ കിട്ടിക്കോളണമെന്നില്ല. സാധാരണ പൂജ കൊണ്ട് നമ്മൾ പൂർണ്ണ ഫലമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോ എന്താ അപ്പൊ യുധിഷ്ഠിരൻ രാജസൂയം നടത്തി എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിൽ പോകേണ്ടി വന്നു അല്ലെ. പല ലോപങ്ങൾ കൊണ്ട് ആ ഒരു ചീത്തയും വരാറുണ്ട്. അപ്പൊ സങ്കല്പം വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പിടിക്കണം. കാരണം പരാശക്തി പ്രീത്യർത്ഥം, ദേവിയുടെ പ്രീതിക്കായി ഞാൻ ചെയ്യുന്നു, ദേവി സന്തോഷിച്ചാല് എല്ലാം നല്ലത് ലഭിക്കും നമുക്ക് അല്ലെ. അത് കഴിഞ്ഞിട്ട് ന്യാസം ചെയ്യണു, ശുദ്ധി വരുത്തണു. അടുത്തതായിട്ട് ധ്യാനം ഇല്ലേ. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഒരു ധ്യാന ശ്ലോകം മാത്രമേ ഉള്ളൂ. അത് സിന്ദൂരാരുണ വിഗ്രഹം എന്ന് പറയുന്നതാണ്. ദേവി ചുവപ്പ് വർണ്ണമായിട്ട് ആ ഒരു റെഡ് സിഗ്നൽ, അതായത് നമ്മൾ ബി കെയർഫുൾ. എന്താണ് രക്തവർണം? നമ്മൾ ആ ഒരു ശ്രദ്ധിച്ചു പോകൂ അല്ലെ. സൂര്യൻ അധിപതി. ഇപ്പൊ രൂപം സ്ഥലനാമം, സൂക്ഷ്മം അരുണവർണം. രജോ ഗുണം മനുഷ്യന്റെ ആ ഒരു എന്താ പറയാ ഈ കലിയുഗത്തില് ആ ഒരു ഡീജനറേറ്റീവ് സിസ്റ്റം, അന്നത്തെ ആ ഒരു എന്താ പറയാ അന്നത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളെല്ലാം വാഴുന്നത് അല്ലെ. അന്നം ബ്രഹ്മ. അപ്പൊ കഴിച്ച ആഹാരം 3 മണിക്കൂറുള്ളിൽ നമ്മുടെ ഉള്ളിൽ ദഹിക്കും. അപ്പൊ അതിന് സൂര്യൻ വേണം അല്ലെ. ലളിതാ സഹസ്രനാമത്തില് സായില് ആരംഭിക്കുന്ന മന്ത്രങ്ങള്, അതായത് ആ ഒരു ഊർദ്ധമായിരിക്കുന്ന ഫോഴ്സ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പെർഫെക്റ്റ് ആയിട്ട് തീർക്കും. വയറ്, ഹൃദയം, ശിരസ്, അതിനാണ് നമ്മൾ അകാര ഉകാരം അകാരങ്ങൾ എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫങ്ഷൻ ആകും. ശരീരത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് പോസിറ്റീവ് ഒരു കർമ്മങ്ങളാണ്. അസ്ഥിയാണ് ശരീരത്തിനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തുന്നത്. അസ്ഥി ദേവത സൂര്യനാണ്. ആ വിശേഷാൽ ആ ഒരു ഗൃഹ്യതേ ഇതി വിഗ്രഹ. ധ്യാനം കഴിഞ്ഞിട്ട് ആ ഒരു മാനസ പഞ്ച ഉപചാര പൂജ ചെയ്യണം. ആ ഒരു ഫിസിക്കലായിട്ട് മാനസികമായിട്ടും ചെയ്യണം. പഞ്ചോപചാരം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ശരിക്കും ടു റിമൂവ് എവറി ബീയിങ് ഈ ഒരു 5 എലിമെന്റ് പ്രിൻസിപ്പിൾ, നമ്മുടെ ഈ പഞ്ചഭൂത തത്വത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് ഈ പഞ്ചോപചാരം ചെയ്യുന്നത്. അതായത് നമ്മൾ മാനസ പൂജയില് നമ്മള് കൈകൾ കൊണ്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ പഞ്ചഭൂത തത്വത്തെ അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് എന്താ പറയാ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം. ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾ ബഹുമാനിക്കാത്തത്. കാരണം ഭൂമി, ജല, അഗ്നി, വായു, ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങൾ അല്ലെ. ഇതിനെ എല്ലാം നമുക്ക് ഈശ്വരൻ ഉണ്ടാക്കിയതാണ്, ഈശ്വരനാണെന്ന് അറിയണം. അപ്പൊ പഞ്ചഭൂതങ്ങൾക്ക് ബീജമന്ത്രത്തോടെ നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിരിക്കണം ശുദ്ധം. നമ്മുടെ ശരീരം പഞ്ചഭൂത തത്വങ്ങളാണ് ഇല്ലേ. ലം എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരം, സോളിഡ് മാറ്ററിനെയാണ് കാണിക്കുന്നത്. അത് പൃഥ്വി. അപ്പൊ മനസ്സ് സ്റ്റേബിൾ ആകണം അല്ലെ. ആത്മാവിനെ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു എന്താ പറയാ ആജ്ഞാചക്രത്തില് നമ്മള് ഭൂമി തത്വം, അതിനാണ് നമ്മൾ ആ ഒരു ഗന്ധം സമർപ്പ്യം. നമ്മുടെ നെറ്റിയിൽ തിലകം ആജ്ഞാചക്രത്തിലാണ് തൊടുന്നത്. ചന്ദനം, കുങ്കുമം, വിഭൂതി എന്ത് വേണമെങ്കിലും നമുക്ക് തൊടാം അല്ലെ. അപ്പൊ ഭൂമി എന്ന് പറഞ്ഞായിട്ട് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്, വെരി സ്റ്റേബിൾ എന്നർത്ഥം.
ഗ്രഹണ സമയം സൂര്യനും ചന്ദ്രനും ഉറങ്ങുന്ന സമയമാണെന്ന് പറയാറുണ്ട്. നിറയെ ദുഷ്ട ആത്മാക്കൾ വരും. അതുകൊണ്ട് അപ്പോ മൈഥുനം പാടില്ല എന്ന് പറയാറുണ്ട്. പിതൃകർമ്മം ചെയ്യേണ്ട സമയമാണത്. അപ്പൊ നല്ല ആത്മാക്കൾ മാത്രം ഭൂമിയിൽ വരണം അല്ലേ? ദേവി ആരാണ്? ലോകയാത്രാ വിധായിനി. അമ്മ പ്രപഞ്ചത്തില് ആ പ്രപഞ്ച കണ്ണാടിയില് മനുഷ്യൻ പെർഫെക്റ്റ് ആയിട്ട് വന്നു ചേരണം. ഇപ്പൊ ലം ഗന്ധം സമർപ്പയാമി, അതായത് വാസന, ഗന്ധം ധാരയാമി നമഃ. ഹം എന്ന് പറഞ്ഞാൽ എന്താ? ആകാശ തത്വം ഇല്ലേ? നമ്മൾ പുഷ്പത്തെ സമർപ്പിക്കുകയാണ്. വിടർന്ന പൂവ് ആകാശമാണ്, ആകാശ തത്വത്തെ കാണിക്കുന്നു. അപ്പൊ എവിടെയാ സമർപ്പിക്കുന്നത്? ആ ദേവിയുടെ താമര പോലെ ഇരിക്കുന്ന പാദപത്മങ്ങളില് ഇല്ലേ? അമ്മയുടെ ആ മടിയില്, അമ്മയുടെ ശിരസില് എല്ലാം നമ്മൾ പുഷ്പങ്ങൾ സമർപ്പിക്കുകയാണ്. യം എന്ന് പറഞ്ഞാൽ വായു തത്വമാണ്. ധൂപം, മണമുള്ള തിരികള് അല്ലെ, നനവുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കണം എന്നാ പറയുന്നത്. ധൂപം ആഘ്രാപയാമി. അപ്പോ എച്ചിൽ ദോഷം ഇല്ലേ വരാതെ, അത് ഭൂർഭുവസുവ എന്ന് പറഞ്ഞ് ജലം തളിക്കണം. അപ്പൊ വായു എല്ലായിടത്തും സഞ്ചരിക്കും. വായു പ്രത്യക്ഷം ബ്രഹ്മയാണ്. കാരണം ധൂപം വായു തത്വത്തെ റെപ്രസെന്റ് ചെയ്ത് സുഗന്ധ ധൂമം നമ്മൾ സമർപ്പിക്കണം ദേവിക്ക്. അടുത്തത് രം, അഗ്നി തത്വാത്മികായേ നമ. രം പറഞ്ഞിട്ട് എന്താ കൊടുക്കുക? ദീപം ഇല്ലേ? ദീപം സമർപ്പയാമി, ജ്യോതി രൂപം. ശരീരത്തില് അഗ്നിയാണ്. ആ ഒരു ജഡരാഗ്നി, ജീവാഗ്നി എല്ലാം തന്നെ അഗ്നി സ്വരൂപമാണ്. ആത്മാവും അഗ്നി സ്വരൂപമാണ്. ഈ അഗ്നി അത് നമ്മളൊരു നെയ്വിളക്ക് ആയിട്ട് നമ്മൾ കാണിക്കുകയാണ് ദേവിക്ക്. പിന്നെ അടുത്ത വം, അമൃത തത്വം, ജലതത്വമാണത്. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ശുദ്ധമായിരിക്കുന്ന ഫ്രൂട്ട്സ് കൊടുക്കാം അല്ലെ? ആ ഒരു കുക്ഡ്, നമ്മള് വേവിച്ച ആഹാരം ദേവിക്ക് വെക്കാം. നല്ല മധുര പലഹാരങ്ങൾ കൊടുക്കാം, ജലം കൊടുക്കാം. അമൃത നൈവേദ്യം സമർപ്പയാമി. അപ്പൊ അത് ഭവ്യതയോടെ അമ്മയ്ക്ക് കൊടുക്കണം. അമൃത തത്വമാണ്. അപ്പൊ ഈശ്വരൻ അമൃതം മാത്രമേ കഴിക്കുള്ളൂ ഇല്ലേ? അമൃതം എന്ന് പറഞ്ഞാൽ പൂർണ്ണം. ലോകത്തിലെ എല്ലാ അപൂർണമാണ്. അടുത്തതായിട്ട് ആജ്ഞാചക്രത്തിലെ സം, അതായത് ആ യൂണിവേഴ്സൽ തത്വം എല്ലാത്തിനും, അതായത് അഷ്ടപ്രകൃതി എലിമെന്റ് ആണ്. അപ്പൊ അതൊരു ഒറ്റ രസമായിട്ട് ദേവിക്ക് കൊടുക്കുകയാണ് അല്ലെ? താമ്പൂലം, താമ്പൂലമായിട്ട്. കാരണം താമ്പൂലം എന്ന് പറഞ്ഞാല് താമ്പൂലത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ 8 ദ്രവ്യങ്ങളുണ്ട്. ദേവി നിത്യസുമംഗലിയാണ് അല്ലെ? ഈശ്വരൻ എന്നാല് ആണും പെണ്ണും ചേർന്നിരിക്കുന്ന അവസ്ഥ. അതിനാണ് നമ്മള് ശിവശക്തി ഐക്യമെന്ന് പറയുന്നത്. അപ്പൊ 8 ബന്ധനങ്ങളെ താമ്പൂലം ഇല്ലാതാക്കുന്നു. അതുകൊണ്ടാണ് താമ്പൂലം സമർപ്പയാമി. അഷ്ടബന്ധങ്ങൾ, ബന്ധങ്ങളെല്ലാം തന്നെ ബന്ധനങ്ങളാണ്. ഇപ്പൊ വിവാഹ ദിവസം താമ്പൂലം കൊടുക്കണം എന്ന് പറയാറുണ്ട്. വെറ്റിലയില് ആ ഒരു 8 സാധനങ്ങൾ വെച്ചിട്ടാ കൊടുക്കുന്നത്. ഏലക്ക, ചുണ്ണാമ്പ് അല്ലെ, എന്താ പറയുക, പച്ചക്കർപ്പൂരം, ഗ്രാമ്പൂ, കുങ്കുമപ്പൂവ് തുടങ്ങിയ 8 ഗുണങ്ങളെ കാണിക്കുന്ന 8 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ താമ്പൂലം ഉണ്ടാക്കുന്നത്. അപ്പൊ അഷ്ടസിദ്ധിയെ കാണിക്കുന്നു അത്. അപ്പൊ താമ്പൂലം ചവച്ചുകൊണ്ട് മന്ത്രം ചൊല്ലാറുണ്ട്. ദേവിക്ക് താമ്പൂലം വളരെ വളരെ ഇഷ്ടമാണ് അല്ലെ? അപ്പൊ താമ്പൂലപൂരിത മുഖി, അമ്മയ്ക്ക് താമ്പൂലം കൊടുത്തിട്ട് ദേവിയെ സ്വർണ്ണ മഞ്ചത്തിലിരുത്തി ആ ശിവശക്തിയായിട്ട് ഇരുന്ന് ഭക്തര് ദേവിയെ, ആ ഒരു ദേവിയെ, മനോന്മനി മഹേശ്വരിയായിരിക്കുന്ന ദേവി, അല്ലയോ അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹം തരണേ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദേവി സന്തോഷത്തോടുകൂടി ആ ഒരു പൂർണ്ണമായിരിക്കുന്ന തന്റെ ഭക്തകൾക്ക് അനുഗ്രഹം കൊടുക്കുന്നു എന്ന് സങ്കല്പം. ദേവിക്ക് ദീപം കാണിക്കണു. പാദത്തിൽ നിന്ന് ശിരസ് വരെ, തിരിച്ച് ശിരസിൽ നിന്ന് പാദം വരെ അല്ലെ നമ്മൾ ദീപം കാണിക്കുകയാണ്. സർവതോന്മുഖി നമ. അപ്പൊ ആ ഒരു ദയ, ലജ്ജ, വിദ്വേഷം, ദുഃഖം എല്ലാം നമ്മളെ വിട്ട്, ആ ഒരു ഭയം, ലജ്ജ, വിദ്വേഷം, ദുഃഖം എല്ലാം നമ്മളെ വിട്ടു പോണം അല്ലെ? പൂജ കഴിഞ്ഞ് നമ്മൾ ശിവശക്തിയെ മന്ത്രങ്ങൾ പറഞ്ഞ് ദേവിയെ ഉറക്കണം. അവസാനം വളരെ പതുക്കെ പതുക്കെ ചെയ്യണം. ദേവി തന്റെ മക്കളെ സന്തോഷമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. അതിന് ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നു അല്ലെ? ആ ഒരു രീതിയിൽ വേണം നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ സിന്ദൂരാരുണ വിഗ്രഹം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകം മാത്രമേ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ലളിതോപാഖ്യാനത്തിലെ 36 ചാപ്റ്ററിലുള്ളൂ. ബാക്കി 3 ദേവി ഭാഗവതം, ദേവി മഹാത്മ്യം, സൗന്ദര്യ ലഹരിയിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്നതാണ്. ദേവിയുടെ തലമുടിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു, എന്താ പറയാ, സുഗന്ധമുള്ള പുഷ്പങ്ങൾ, വളരെ മനോഹരമായിരിക്കുന്ന പുഷ്പങ്ങൾക്ക് ചുറ്റും ആ കയ്യിലിരിക്കുന്ന അമൃത കുംഭത്തിന് ചുറ്റും വണ്ടുകള് ഓം എന്ന് പറയുന്ന ആ ഒരു മന്ത്രം, ഇല്ലെങ്കിൽ ഹ്രീംകാരം എന്ന് പറയുന്ന മഹാമന്ത്രം ഇല്ല, രണ്ടും എന്താ പറയാ, ആ ഒരു ശക്തി പ്രണവമാണ്. ഒന്ന് ഓംകാരം പ്രണവമാണ്. ഇത് രണ്ടും മൂളിക്കൊണ്ട് പറന്നു നടക്കുന്നതായിട്ട്, അതായത് നമ്മുടെ ഓരോ ജീവനും ദേവിയുടെ കാരുണ്യമാകുന്ന പരാമൃതം നുകർന്നുകൊണ്ട്
ജനന മരണമാകുന്ന കാലചക്രത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു കടക്കാനായിട്ടുള്ള പ്രണവ ഉപാസനയോടുകൂടി ദേവിയെ അഭയം പ്രാപിക്കുന്നു എന്ന് സാരം. അപ്പൊ നമ്മുടെ സങ്കല്പങ്ങളെല്ലാം ഇങ്ങനെ ശുദ്ധമായിട്ടിരിക്കണം. സങ്കല്പമാണ് നമുക്ക് സായുജ്യ പദവിയിൽ നമ്മൾ എത്തിക്കുന്നത്, അല്ലെ? ഹയഗ്രീവൻ ദേവി ഭാഗവതം, ദേവി ത്രിശതി, ദേവി മഹാത്മ്യം എല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് പറയണു. അവസാനമാണ് ലളിതാ സഹസ്രനാമം പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ പരാശക്തിക്ക് തന്നെ 10 സഹസ്രനാമങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ദേവി ബീജാക്ഷര അർത്ഥം വരെ പറഞ്ഞു കൊടുത്തു. പശുന്യാദി വാഗ്ദേവതകള് ലളിതാ സഹസ്രനാമം ദേവിക്ക് ബ്രഹ്മാണ്ട സദസ്സില് സമർപ്പിച്ചത്. എന്താ പറയാ, അപ്പോ ദേവി സമർപ്പിച്ചപ്പോ ദേവി പറഞ്ഞു തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സഹസ്രനാമമാണ് ഈ ലളിതാ സഹസ്രനാമം. ദേവാദികള് പരമശിവൻ തുടങ്ങിയവർ ജപിക്കുന്നതാണ് ഈ ലളിതാ സഹസ്രനാമം. അപ്പൊ സന്ധ്യാവന്ദനം പോലെ ആ ഒരു പഞ്ചയജ്ഞമൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യേണ്ടതാണ് ഈ പാരായണം. എല്ലാ ശാസ്ത്രങ്ങളുടെയും അടിത്തറയായിട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ലളിതാ സഹസ്രനാമം പറഞ്ഞു കൊടുക്കാവൂ എന്ന് പണ്ട് പറയാറുണ്ട്. അഗസ്ത്യൻ ശിവപുത്രന് തുല്യമാണ്. അപ്പോ അവര് ജീവിച്ചിരുന്നവര് തന്നെയാണ്. അദ്ദേഹത്തിന് പോലും അവസാനം ചോദിച്ചതിന് ശേഷമാണ് ഈ ദിവ്യ സഹസ്രനാമം കൊടുത്തത്. അനേക മനുഷ്യ ജന്മങ്ങളില് മോക്ഷം ലഭിക്കേണ്ട മാർഗമാണ് ഈ ദേവി പരാശക്തി ഉപാസന. നമ്മളത് അറിയണം. ശ്രീവിദ്യ മന്ത്രത്തിനും ലളിതാ സഹസ്രനാമ പാരായണത്തിലും നമ്മൾ എത്തിച്ചേരണമെങ്കിൽ അനേക ജന്മത്തെ പുണ്യം വേണമെന്ന് മാത്രമല്ല, ദേവി പരാശക്തിയുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹവും ഉണ്ടായിരിക്കണം. അപ്പൊ പരാശക്തി ഉപാസന എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉപാസിക്കേണ്ടത്? മഹാദേവൻ പൂജ ചെയ്യുന്ന ആ ഒരു പരബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന പരാശക്തി അമ്മയില്ലാതെ ജനിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ആ ഒരു എന്താ പറയാ, ആ ബ്രഹ്മഗീഢ ജനനിയാണ് അമ്മ. നമ്മളെല്ലാം ജനിച്ചിരിക്കുന്ന എവിടെയാ? ഒരു അമ്മ വേണം നമുക്കെല്ലാം, ഇല്ലേ? അമ്മയിൽ നിന്ന്, പരാശക്തിയിൽ നിന്നാണ് നമ്മളെല്ലാം ജനിച്ചത്. ലളിതാ സഹസ്രനാമം വായിക്കുന്നതിലൂടെ വൃക്ഷങ്ങള്, പക്ഷികള്, മൃഗങ്ങള് ഇവർക്ക് പോലും മേൽഗതി ഉണ്ടാകും എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ പിറവി കാരണം അമ്മ പ്രകൃതിയും ഒരു അമ്മയുമായിട്ട് തീർന്നു. മഹർഷികള്, ദേവന്മാർ ഇവരൊക്കെയാണ് അത് ജപിക്കാനായിട്ട് അർഹരെന്ന് ആദ്യം പറഞ്ഞിരുന്നു. മനുഷ്യർക്ക് ഇത് ലഭിച്ചിരുന്നില്ല. കാരണം മനുഷ്യരെന്ന് പറയുമ്പോ എന്താ, അവർക്ക് പൂർണ്ണമായിട്ട് ആ ഒരു പോസിറ്റീവ്നെസ് അവരിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് അത് ലഭിക്കാതിരുന്നത്. അപ്പോ ആത്മാവിന് പ്രകാശിക്കണമെങ്കിൽ ഒരു ശരീരം വേണം, അല്ലെ? അപ്പോ ഇത് അമ്മ തന്നത് അച്ഛനും അമ്മയ്ക്കും, അല്ലെ? ഇതൊരു കടമാണ്. ശരീരം വന്നിരിക്കുന്നത് അച്ഛനും അമ്മയും. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റർ ആൻഡ് എനർജിയാണ്, അല്ലേ? അപ്പൊ ശരീരം തന്നത് നമ്മുടെ അച്ഛനമ്മമാരാണ്. അപ്പൊ നമ്മുടെ ഉയിർ അല്ലെങ്കിൽ ജീവൻ തന്നത് ആരാ? രാജരാജേശ്വരിയായിരിക്കുന്ന പരാശക്തിയാണ് നമുക്ക് ആ ജീവൻ തന്നിരിക്കുന്നത്. അപ്പൊ വിയദാതി ജഗത് പ്രസു, അല്ലെ? മരിക്കുന്നത് വരെ ദേവിക്ക് നമ്മൾ നമുക്ക് കടം അമ്മയോടുണ്ട്, അച്ഛനോടും ഉണ്ട്. അപ്പൊ അമ്മയോടുള്ള കടം തീർത്താൽ നമ്മളെ അച്ഛന്റെ അടുത്ത് എത്തിക്കും, ഇല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഒരു ഫിസിക്കൽ മദറിനോട്, ജന്മം തന്ന അമ്മയോട് കടമുള്ളതുപോലെ ഈ ദേവിയോട് നമുക്ക് ഈ ശരീരം വിട്ടു പോകുന്നിടം വരെ കടപ്പെട്ടിരിക്കുക. ആ കടം തീർക്കാന് ആ അമ്മയുടെ അടുത്ത് തന്നെ ചെന്ന് നമ്മൾ ചേരണം. അതിനാണ് ആ ഒരു ദേഹാന്തര പ്രാപ്തി, അല്ലെ? ദേവീ ചരണം. നമ്മൾ എപ്പോഴും പറയണം, ദേഹാന്തര പ്രാപ്തി ദേവീ ചരണം. അമ്മയുടെ പാദപത്മങ്ങളിൽ എത്തിച്ചേരട്ടെ. അപ്പൊ ജീവന് സുഖം അല്പനേരം മാത്രമേ ഉള്ളൂ. സന്തോഷം, ഇല്ലേ? സദോഷ. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? സദോഷ. ആനന്ദം എന്ന് പറഞ്ഞാൽ പരമാനന്ദം, ആത്മാനന്ദം, അല്ലെ? സർവ ആനന്ദമയ ആ ഒരു ഏകം തത്വം, ആ ഒരു സർവ ആനന്ദമയ ചക്രത്തിൽ ഇരിക്കുന്ന ദേവി മാത്രമാണ്. ഇപ്പൊ ശരീരത്തില് ഭ്രൂമധ്യത്തില് ബിന്ദു രൂപത്തില് ശിവശക്തി ഐക്യരൂപിണിയായിട്ട്, അല്ലെ? ആ ദേവി ഇരിക്കുന്നു. അവിടെയാണ് നമ്മൾ പൊട്ടുകുത്തുന്നത്. അവിടെയാണ് നമ്മൾ ആത്മാവിനെ തൊടുന്നത്. ഇപ്പൊ ഗോരോചനം, മണ്ണ്, ആ ഒരു ഗോപി ചന്ദനം ഇടുന്നതൊക്കെ എവിടെയാണ്? ആജ്ഞാചക്രത്തിലാണ്, അല്ലെ? ഇപ്പൊ ഉത്തമേ ശിവേ ദേവി, ശിഖേ ദേവി. ഇപ്പൊ സഹസ്രാരത്തിലിരിക്കുന്ന ദേവി പരാശക്തിയെ ശിവനുമായിട്ട് എന്താ പറയാ, പരാശക്തിക്ക് മാത്രമാണ് ശിവനെ തൊടാനുള്ള അധികാരം. അപ്പൊ നമ്മള് ആ ഒരു ശിവയോഗം, ശിവനായ ഞാൻ, കുട്ടിയായ ഞാൻ എന്റെ അമ്മയെ സ്മരിച്ച്, ഇല്ലേ? ആ സർവാനന്ദമയ ചക്രത്തില് ധ്യാനിക്കണു. ലളിതാ സഹസ്രനാമം മന്ത്രരാജമാണ്. അഗസ്ത്യന് പോലും അവസാനമാണ് കൊടുക്കുന്നത്. അപ്പൊ ഋഷി
ഗണത്തെ ആ ഒരു സൂക്ഷ്മമായിരിക്കുന്ന ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ അവരെ എല്ലാം കാണണം. അവരാണ് നമുക്കിത് തരാൻ കാരണം. അങ്ങനെയുള്ള ദേവി ആ ആ അതായത് ഉയർന്ന വിഷ്ണു രുദ്രന്മാര്, ദേവഗണങ്ങള്, ഋഷിഗണങ്ങളൊക്കെ ജപിക്കുന്ന ഈ ഉയർന്ന സഹസ്രനാമം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആണ് നമുക്ക് ജപിക്കാൻ കിട്ടിയത്. അവര് ജപിക്കുന്ന ആ ദേവിയെയാണ്, അതായത് നമുക്കും ജപിക്കാനുള്ള ഇന്ന് ആ ഒരു അധികാരം കിട്ടിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് ആ ഒരു ലാസ്യപ്രിയ, ലയകരി, രംഭാതിവന്ദിത, അപ്പൊ പാപം കൊണ്ട് ആണ് നമുക്ക് ശരീരം കിട്ടുന്നത്. ആധി, വ്യാധി, ഭയം എല്ലാം തന്നെ ശരീരത്തിനുള്ളതാണ്. യാതനാ ശരീരം എന്നാണ് ശരീരത്തെ പറയുന്നത്. ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ നമുക്ക് പാപങ്ങൾ പോകും, പുണ്യം ലഭിക്കും, അല്ലേ? ആ ഒരു പാപാരണ്യ കുഠാരിക. ശിവൻ, വിഷ്ണു എന്നിവര് വരം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പുണ്യം നമ്മളിൽ ഇരിക്കുമ്പോൾ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ പുണ്യം അനുഭവിക്കും തോറും നമ്മുടെ സ്റ്റോക്ക്, നമ്മുടെ കയ്യിലുള്ളത് തീരും, ഇല്ലേ? ഒരു ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം കുടിച്ചാൽ വെള്ളം തീരില്ലേ? അതുപോലെ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ പുണ്യം തീരും. പിന്നെയും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അത് മനുഷ്യ ജന്മത്തിൽ മാത്രമേ സാധ്യമാകൂ. അപ്പൊ ഭഗവത് വരം എന്ന് പറഞ്ഞാലാണ് പുണ്യം. അതാണ് പുണ്യം. അങ്ങനെ ആ വ്യക്തി അഹങ്കാരിയായിട്ട് മാറുമ്പോ പ്രകൃതി തന്നെ അവന്റെ പാപങ്ങൾക്ക് തുടക്കം കുറിക്കും. പുണ്യം നശിക്കുമ്പോ ഈ വരം കൊടുക്കുന്ന ആളിനെ തന്നെ എന്താ പറയാ, ആ ഒരു അംശാവതാരങ്ങൾ വന്ന് ഈ വ്യക്തിയെ ഇല്ലാതാക്കും. അപ്പൊ നിയതി എന്നാല് കാലത്തിന്റെ, പ്രകൃതിയുടെ തീരുമാനമാണ്. അപ്പൊ നമുക്ക് ത്രിപുരനും എല്ലാം ഇത് തന്നെയാണ്, അല്ലേ? അപ്പൊ പുണ്യം ഒരിക്കലും കുറയാതെ നമ്മൾ നോക്കണം. അപ്പോൾ ഏത് ജന്മത്തിലും ഉയർന്ന സ്ഥാനം തന്നെ നമുക്ക് ലഭിക്കും. ആ സത്സംഗത്തിൽ താല്പര്യം, ആത്മസാക്ഷാത്കാരം ലഭിക്കുക, ഇതെല്ലാം തന്നെ മനുഷ്യ ജന്മത്തിൽ മാത്രമേ സാധ്യമാകൂ. ദേവന്മാർക്ക് അരൂപമായിട്ട് ഭൂമിയിൽ വന്നു വേണം പുണ്യം സമ്പാദിക്കാനായിട്ട്. കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് വിശുദ്ധി ആജ്ഞാ ചക്രത്തെ തൊടുമ്പോൾ നമുക്കും എല്ലാ ലോകങ്ങളും നേരിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള അരൂപികളായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സഹസ്രാര പത്മത്തിൽ എത്തിയാല് നമ്മളും ഈശ്വര സാക്ഷാത്കാരം നമുക്കും ലഭിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാല് പ്രാകൃത മേരു എന്ന് പറയുന്നത് നമ്മൾ പുറമേ കാണുന്ന കൈലാസമാണ്. ഈ മേരു ചക്രം എന്ന് പറയുന്ന ശ്രീചക്രം നമ്മുടെ ശരീരം തന്നെയാണ്. അപ്പൊ സഹസ്രാര പത്മം എന്ന് പറയുന്ന പൂർണ്ണമായിരിക്കുന്ന ശിവശക്തി ഐക്യം, അവിടെ എത്തുമ്പോൾ നമുക്ക് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും. അപ്പൊ അത്രയും പുണ്യം തരുന്ന ആ ഒരു ലളിതാ മഹാത്രിപുര സുന്ദരി ദേവിയുടെ യന്ത്ര മന്ത്ര തന്ത്രങ്ങള്, ആ ഒരു അഷ്ടമ സിദ്ധികളും നമുക്ക് തരും. ലളിതാ സഹസ്രനാമം അറിഞ്ഞാൽ എല്ലാ വേദ മന്ത്ര തന്ത്രസാരം എല്ലാം തന്നെ ഇതിലുണ്ട്. ഏറ്റവും ഉയർന്ന പുണ്യമാണിത്. പുണ്യം അടയാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്, അല്ലേ? ആ മനനം, എന്താ പറയാ, ആ ഒരു എന്താ പറയാ, ഒരു മനസ്സ വാച കർമ്മണ, ആ ഒരു നിഷ്കാമ കർമ്മം, അതിനെയാണ് നമ്മൾ പുണ്യം തരുന്നെന്ന് പറയുന്നത്. നിഷ്കാമ്യ കർമ്മം ആണ് ശരിക്കുള്ള കർമ്മം. ഇപ്പൊ കാമ്യകർമ്മത്തിനാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. അപ്പൊ സാഷ്ടാംഗ നമസ്കാരം, 8 അംഗങ്ങളെ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ടുള്ള നമസ്കാരം, 8 തരത്തിലുള്ള പ്രാരാബ്ധങ്ങളാണ് നമുക്ക് ഇല്ലാതാക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് ശിവപാർവതിമാർക്ക് ചാമരം വീശുന്നതായിട്ട് ഭാവിക്കണം. എല്ലാം ഭഗവതിക്കുള്ള ആരാധനയായിട്ട് തീരണം. പാപം ചെയ്യാതിരുന്നാൽ പുണ്യം ക്ഷയിക്കില്ല. പക്ഷെ വളരണമെങ്കിൽ ഈശ്വരനുമായിട്ട് അടുക്കണം, അല്ലേ? ആ ഒരു പുണ്യം വളരണമെങ്കിൽ അതുകൊണ്ട് മാത്രമേ നമുക്ക് ഈശ്വരനോട് അടുക്കുന്നതിന് മാത്രമാണ് പുണ്യം എന്ന് പറയുന്നത്. ആത്മാവ് ശുദ്ധമായാല് ആ ശുദ്ധമാകാൻ 3 വഴികളാണ്. ഒന്ന്, ശരീരം കിട്ടിയ ജീവൻ ഈശ്വരന്റെ ആ ഒരു തീർത്ഥ സ്നാനം, അതായത് പുണ്യ ആത്മാക്കള് സ്നാനം ചെയ്ത സ്ഥലങ്ങള്, അതായത് തീർത്ഥങ്ങള്, അവിടെ പുണ്യപ്രകാശം, അതായത് അവരുടെ മണം അവിടെ ഉണ്ട്. അപ്പൊ അവിടെ പോയി നമുക്ക് തീർത്ഥ സ്നാനങ്ങൾ ചെയ്യാം. 2, ദാനം, നമ്മൾ കൊടുക്കണം. എത്രത്തോളം കൊടുക്കുന്നോ അത്രയും നമുക്ക് നേടാൻ പറ്റും. നമ്മുടെ പാപങ്ങള്, നിഷ്കാമദാനം പാപങ്ങളെ ഇല്ലാതാക്കും. മൂന്നാമതായിട്ട് മൂർത്തി ധ്യാനം, മന്ത്രജപം, അത് നമുക്ക് പുണ്യത്തെ തരും. മന്ത്രത്തെയും മനസ്സിൽ എഴുതി നമ്മൾ ധ്യാനം ചെയ്യണം. പുണ്യക്ഷേത്ര ദർശനം, ഇതെല്ലാം തന്നെ പുണ്യത്തെ കൊടുക്കുന്നതാണ്. മാതാ പിതാ ഗുരുജനങ്ങള് പുത്ര പൗത്രാദികള് ഇവരെ എല്ലാം തന്നെ നന്നായിട്ട് നോക്കണം. അപ്പോ അതിൽ നിന്നും പുണ്യം ലഭിക്കും. അപ്പോ എന്നാലേ നമുക്കിനി
ഒരു ഉത്തമമായിട്ടുള്ള ജന്മം കിട്ടുള്ളൂ. ആ ശിവലിംഗത്തിലെ ബില്വാർച്ചനം എന്ന് ചെയ്യണം എന്ന് പറയാറുണ്ട് അല്ലേ? ത്രിഗുണാത്മകം, നമ്മുടെ 3 ഗുണങ്ങളെ നമ്മുടെ ഉള്ളിൽ തന്നെ ശിവലിംഗം ഉണ്ട് അല്ലെ? നമ്മുടെ ആത്മലിംഗം. അപ്പൊ ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ത്രിഗുണം കൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ചത്തില് ആ 3 സത്വരജസ് തമോ ഗുണങ്ങളെ അതിക്രമിച്ച് നമുക്ക് തുരീയമായിരിക്കുന്ന അവസ്ഥയിൽ പോണം. അപ്പൊ ബില്വാർച്ചനം എന്ന് പറഞ്ഞാൽ എന്താ? പൂവളം കൊണ്ട് അർച്ചിക്കുക. അപ്പോ ആ ഒരു ആ ത്രിഗുണങ്ങളെ ഇല്ലാതാക്കാൻ നമ്മൾ ഏകബില്വം ശിവാർപ്പണം എന്നാ പറയുന്നത്. ത്രിഗുണം ത്രിഗുണാകാരം ത്രിനേത്രം ച ത്രിയായുധം ത്രിജന്മ പാപ സംഹാരം ഏകബില്വം ശിവാർപ്പണം. അപ്പൊ അങ്ങനെ നമുക്ക് ത്രിഗുണങ്ങളെ ഇല്ലാതാക്കണം, അങ്ങനെ നമുക്ക് പുണ്യം ലഭിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തമമായിരിക്കുന്ന ഒരു ജന്മം കിട്ടൂ. ഇല്ലെങ്കിൽ എന്താ പറയാ, ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മുക്തി വേണമെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യുക. കാരണം നമുക്ക് പബ്ലിക്കായിട്ട് ജനങ്ങൾക്കെല്ലാം ഉപകാരം ചെയ്യണം, പുണ്യം, അതും നമുക്ക് പുണ്യം കിട്ടും ഇല്ലേ? പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയും. കാരണം നമുക്ക് ജനങ്ങൾക്ക് ജലം എത്തിച്ചു കൊടുക്കാം, അവർക്ക് ഉള്ള പല പല കർമ്മങ്ങൾ നമുക്ക് പാവപ്പെട്ടവരെ സഹായിക്കുക, ഇതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പൊ ഏകബില്വം ശിവാർപ്പണം പുണ്യം കൊടുക്കുന്നു പറഞ്ഞ പോലെ ദാനധർമ്മങ്ങൾ ചെയ്യണം, ധർമ്മത്തിൽ ജീവിക്കണം, പശു പക്ഷി മൃഗാദികളെ ജീവിക്കാൻ അനുവദിക്കണം അല്ലേ? അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ശരീരത്തെ വിവേകാനന്ദ സ്വാമികൾ പറയും പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശരീരത്തെ എപ്പോഴും എന്താണ്, നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കണം. അത് മാത്രമല്ല, ശരീരത്തെ നന്നായിട്ട് സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവ്, മനസ്സ്, ഇതെല്ലാം തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ആ ഒരു ജീവ ആത്മ അതിനെ രണ്ടിനെയും നമ്മൾ ശുദ്ധി ചെയ്യണം. ഈശ്വരന് സമർപ്പിക്കുമ്പോൾ എന്താ, ഓട്ടോമാറ്റിക്കലി അത് ശുദ്ധമാവും അല്ലെ? പിന്നെ പിതൃപൂജകളെല്ലാം ചെയ്യണം, പിതൃക്കൾക്ക് തർപ്പണം ചെയ്യണം, നമ്മുടെ ആൻസിസ്റ്റേഴ്സിനെ നമ്മൾ ഓർമ്മിക്കണം അല്ലെ? ശരിക്കും പറഞ്ഞ പ്രകൃതിയെ നമ്മൾ അശുദ്ധമാക്കരുത്. നമ്മുടെ എൻവയൺമെന്റ്, നമ്മുടെ ചുറ്റുപാടും എപ്പോഴും നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിക്കണം. നമുക്ക് പറ്റുമെങ്കിൽ ക്ഷേത്രങ്ങളെ ഉണ്ടാക്കാനായിട്ട് സഹായം ചെയ്യണം. കാരണം ആളുകൾ പലരും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ഷേത്രാരാധനയാണ് അല്ലേ? ശരീരം ക്ഷേത്രമാണെന്ന് അറിയണമെങ്കിൽ അനേക ജന്മങ്ങൾ എടുക്കും. അപ്പൊ നമ്മള് ആ പറഞ്ഞ ആ ഒരു ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നവരെയൊക്കെ നമ്മൾ സഹായിക്കണം. എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കണം അല്ലേ? ശരിക്കും പറഞ്ഞാല് ആ ഒരു എല്ലാത്തിനും പരാതി പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴും എല്ലാരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഭൂമിയെ, പഞ്ചഭൂതങ്ങളെ അല്ലെ മനുഷ്യരെ ഒന്നും എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത്. മിനിമം ആയിട്ട് നമ്മൾ നമ്മുടെ പഞ്ചഭൂതങ്ങള്, ജലം ആവശ്യത്തിന് മാത്രം എടുക്കണം ഇല്ലേ? വൈദ്യുതി ഇല്ലേ? അഗ്നി, ഇതെല്ലാം തന്നെ നമ്മൾ അതിനെ ഒരു ഈശ്വരൻ തന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് കണ്ട്, അനുഗ്രഹമായിട്ട് കണ്ട് നമ്മൾ അതിനെ നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പോ ഇതൊക്കെ നമ്മൾ നമ്മളെ ഈ കുറച്ച് ഉപയോഗിച്ചാല് നമ്മൾ ഇനി വരും തലമുറയ്ക്ക് അത് ഉപയോഗപ്പെടും അല്ലേ? അപ്പൊ നമ്മളെ എല്ലാവരും, നമ്മൾക്ക് മാത്രം ജീവിച്ചാൽ പോരാ, ഈ ഭൂമിയിൽ എല്ലാവരും ജീവിക്കണം എന്ന് പറയാൻ കാരണം അതാ. കാരണം നമ്മുടെ തലമുറ, നമ്മുടെ കുട്ടികൾ മാത്രമല്ല, പ്രപഞ്ചം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് പല രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അത് എല്ലാവരും വരുന്ന ഒരു റീസൺ, ഒരു കാര്യം, ഒരു കാരണത്തിലാണ് ഈ ഭൂമിയിൽ വരുന്നത്. ഏത് മനുഷ്യജന്മം പുണ്യം നേടാൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മള് ആർക്കും ഒന്നും ഒരു ഒരു മിഥ്യ മിഥ്യ ഒരു വാഗ്ദാനങ്ങളും കൊടുക്കരുത്. കാരണം നമ്മളെ കൊണ്ട് നിറവേറ്റാൻ പറ്റുമോ ഇല്ലയോ നമുക്കറിയില്ല. നമുക്ക് പഞ്ചയജ്ഞങ്ങൾ മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. കാരണം അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഡെയിലി ചെയ്യേണ്ടതാണ്. അപ്പോൾ ദേവന്മാര്, പിതൃക്കള്, ഭൂത, ഋഷി, അതിഥി, ഇത് ഇത്രയും പേർക്ക് മാത്രം നമ്മൾ ദിവസവും ചെയ്യണം. കാരണം ആ പഞ്ചയജ്ഞം എന്ന് പറയുന്നത് അതിനാണ്. ദേവന്മാരെ പ്രീതിപ്പെടുത്തണം, അവർക്ക് പ്രസാദം വെക്കണം, പിതൃക്കള്, ഭൂതബലി, ഋഷി, അതിഥി. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം അതുകൊണ്ട് നമ്മൾ മനസാ വാച കർമ്മണ യാതൊരു വിധത്തിലുള്ള കള്ളം പറയാതിരിക്കുക, തെറ്റുകൾ ചെയ്യാതിരിക്കുക അല്ലെ? എന്തെങ്കിലും നമുക്ക് നമ്മുടെ കാമങ്ങളെ പൂർത്തീകരിക്കാനുള്ള കർമ്മങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക, അതിനെയാണ് ഭോഗം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സന്ധ്യ സമയങ്ങളിൽ, പ്രധാനപ്പെട്ട സന്ധ്യ സമയങ്ങളിലെല്ലാം നമ്മൾ ഈശ്വരനെ വിചാരിക്കുക. നല്ല നല്ല കർമ്മങ്ങളിൽ, അതായത് സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുക. പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും ബഹുമാനിക്കാൻ പഠിക്കുക. കാരണം എല്ലാം ആ ഒരു മൃഗങ്ങളെന്നോ പക്ഷികളെന്നോ ഒന്നുമില്ലാതെ എല്ലാം ഈശ്വരന്റെ തന്നെ സ്വരൂപങ്ങളാണെന്ന് കണ്ടിട്ട് ഒരിക്കലും അവയൊന്നും നിന്ദിക്കാതെ അവർക്ക് വേണ്ടി എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക.
അവർക്ക് എന്താ പറയാ, അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കുക. ഈശ്വരന്റെ പേരിൽ കള്ളസത്യം ചെയ്യാതിരിക്കുക. നമ്മൾ എപ്പോഴും ഈശ്വരന്റെ പേരിൽ സത്യം ചെയ്യും അല്ലെ. ഒരു കാലം നമ്മളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈശ്വരൻ എന്ന് പറയുന്ന സത്യവസ്തുവാണ്. അതിൽ തൊട്ട് നമ്മൾ കള്ളം പറയേണ്ട ആവശ്യമില്ല. കഴിയുന്നതും ഈശ്വരന്റെ നാമത്തില് കള്ളസത്യം ചെയ്യരുത്. ഈശ്വരന്റെ നാമത്തിൽ ഒന്നും നമുക്ക് പറയാൻ പാടില്ല. ഈശ്വരൻ എന്നും ഉള്ളതാണ് അല്ലേ. പിന്നെ ആ ഒരു ചീത്ത ആളുകളുമായിട്ട്, ദുഷ്ടന്മാരുമായിട്ട് ഒരിക്കലും ഒരു കമ്പനി വെക്കാതിരിക്കുക. ആരുടെയും ശാപം ഏറ്റുവാങ്ങാതിരിക്കുക. ആരെയും കഴിയുന്നതും ശപിക്കാതിരിക്കുക അല്ലെ. ശരിക്കും 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയാ, ആ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലുള്ള മൂർത്തികൾ, അതായത് കുലദൈവം, ഉപാസനാമൂർത്തി, ഗുരു. അപ്പൊ ഇതിനെല്ലാം തന്നെ ഗുരു എന്ന് പറഞ്ഞാൽ മന്ത്രോപദേശം തന്ന ആള്. ഇവരെല്ലാം നമ്മൾ എന്ന് സ്മരിക്കണം. അവർക്ക് വേണ്ടി നല്ലത് വരാൻ പ്രാർത്ഥിക്കണം. പിന്നെ ആളുകളുടെ എന്താ പറയാ, നല്ലത് ചെയ്യുന്നവരെ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവരുടെ നല്ല നന്മകളിൽ നമ്മളും പങ്കെടുക്കണം. ഒന്നിനും തടസ്സപ്പെടുത്തരുത്. പിന്നെ പൂർവ പുണ്യം എന്ന് പറയുന്നത് ബാലൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എത്ര പൈസ ഇട്ടിരുന്നാലും എന്നും അവിടെ കിടക്കും, നമ്മൾ എടുക്കുന്നിടം വരെ ഇല്ലേ. അപ്പൊ നമ്മുടെ ഈ പൂർവ്വജന്മ പുണ്യം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മളെ പല ജന്മങ്ങളിലൂടെ ആർജിച്ച് കൊണ്ടുവന്നതാണ്. ഇന്ന് നമുക്ക് ലളിതാ സഹസ്രനാമം പഠിക്കാനും അമ്മയുടെ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ ഈ പുണ്യമാണ് നമുക്ക് ഉപയോഗപ്പെടുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഒരിക്കലും എന്താ പറയാ, അതിനെ വെറുതെ നമ്മൾ ചെലവാക്കി കളയരുത്. അത് നമ്മൾ പിൻവലിക്കരുത് അല്ലെ. പാപകർമ്മങ്ങൾ ചെയ്യാനായിട്ട് അത് ഒരിക്കലും നമ്മൾ പിൻവലിച്ച് കളയരുത്. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഒരുപാട് പണം വീണ്ടും വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യണം. നമ്മുടെ പുണ്യമാണ് ഡെപ്പോസിറ്റ് അല്ലെ. അല്ലാതെ ഇവിടുന്ന് നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ശരീരം എന്ന് പറയുന്നത് വരെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടാ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ലത് ചെയ്യുക ഇല്ലേ. അപ്പൊ നമ്മുടെ അമ്മയെ ഓർമ്മിക്കുക. പിന്നെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ആ ഇഹലോകം പരലോകം എന്ന് പറയുന്നത് എല്ലാം തന്നെ എന്താ പറയുക, ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ പരലോകത്ത് അനുഭവിക്കുന്നത്. പുണ്യം ഇല്ലെങ്കിൽ നമുക്കിതൊന്നും നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റില്ല. എപ്പോഴും ദുഃഖമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്ന് എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നമ്മളെ ഉഴറിക്കൊണ്ടേയിരിക്കും. ദാരിദ്ര്യം, ദുഃഖം, ജന്മനാ ഉള്ള അസുഖങ്ങള് ഇല്ലേ, ഈശ്വര കാര്യങ്ങളില് ജപം, പൂജ, സത്സംഗത്തിലുള്ള താല്പര്യമില്ലായ്മ, ഇതെല്ലാം ഈ പാപങ്ങളെല്ലാം തന്നെ നമ്മുടെ കൂടെ തന്നെ ജനിക്കും. കാരണം നമ്മൾ ഈശ്വര ജപത്തിൽ താല്പര്യം കാണില്ല, പൂജ ചെയ്യില്ല, സത്സംഗത്തിൽ പങ്കെടുക്കില്ല. മാത്രമല്ല എപ്പോഴും ദാരിദ്ര്യവും ദുഃഖവും ഉണ്ടായിരിക്കും. ഇതെല്ലാം എന്താ? ഈ പുണ്യത്തിന്റെ കുറവ് കൊണ്ടാണ്. ഇപ്പൊ കാട്ടുമൃഗത്തിന്റെ ജീവിതം നയിച്ചാല് സാധാരണ ജീവിതത്തിൽ വരാൻ നമുക്ക് ഒരുപാട് കാലം എടുക്കും എന്നുള്ളത് നമ്മൾ അറിയണം ഇല്ലേ. ഏതൊരു ജീവന്റെയും മനുഷ്യജന്മം അവസാനത്തെ ഇതാണെങ്കിൽ എന്ത് വേണം? അപ്പോഴേ ദേവീ ഉപാസന സാധ്യമാകുന്ന ജന്മമാണ് അല്ലെ. അവസാന ജന്മമാണെങ്കിൽ എന്താ? ദേവീ ഉപാസന ചെയ്യുന്നവര്, നന്നായിട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് അവർക്ക് അത് അവസാനത്തെ ജന്മം അല്ലെ. ജന്മം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ ശരീരത്തിലെയാണ് ജന്മം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ശരീരത്തിനൊന്നും നമ്മൾ ജന്മം എന്ന് പറയാറില്ല അല്ലെ. മൃഗങ്ങളുടെയും ജലജീവികളുടെയൊക്കെ ജന്മം എന്ന് പറയാറില്ല. അവര് വന്നു അല്ലെ, അവര് ഉണ്ടായി. പക്ഷെ മനുഷ്യനെ നമ്മൾ ജന്മം എന്ന് പറയുക. അപ്പൊ അങ്ങനെ ഉയർന്ന ലോകങ്ങളിൽ ജീവിക്കുന്നതിന് നമുക്ക് ജന്മം എന്ന് പറയാറില്ല. ഉയർന്ന ജന്മങ്ങൾക്ക് കർമ്മം ബന്ധമില്ല. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിനാണ് ജന്മം എന്ന് പറയുന്നത്. അപ്പോ അതായത് ശരീരത്തിലേക്ക് വരുന്നതിന്. ഇപ്പൊ ചെറിയ വയസ്സിലെ സത്സംഗങ്ങളിൽ പങ്കെടുക്കണം. അങ്ങനെ പങ്കെടുക്കാതെ മരണസമയത്ത് ദേവിയെ ഓർമ്മിക്കാൻ സാധ്യമല്ല. ഭക്തിയിൽ ശ്രദ്ധ വേണം. ആത്മാവ് ശരീരം എടുക്കുന്നത് ആ അനുഭവജ്ഞാനം നേടുന്നതിനാണ്. എന്തും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെ. രാമകൃഷ്ണ പരമഹംസര് എന്താ പറയാ, പറയാറുണ്ട്, ഏത് കാര്യവും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അറിയൂന്ന്. ഒരു കുഞ്ഞ് ഒരുപാട് ചോക്ലേറ്റ് കഴിക്കണമെന്ന് അമ്മ പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനോട് ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, 41 ദിവസം കഴിഞ്ഞ് വരൂ, ഞാൻ ആദ്യം മധുരം കഴിക്കുന്നത് നിർത്തട്ടെ, എന്നിട്ട് ഞാൻ കുഞ്ഞിനോട് പറയാം. ഏത് കാര്യവും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ, നമുക്ക് അനുഭവമായെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അല്ലേ, അത് ചെയ്യാൻ പറ്റൂ. അതുപോലെ നിത്യമായിട്ട് ദേവിയെ പൂജിക്കുന്നവർക്ക് മരണസമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ദേവിയുടെ ബാഹ്യ സ്വരൂപം ഇല്ലെങ്കിൽ മന്ത്രസ്വരൂപം ഏതാണെങ്കിലും നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. അപ്പൊ യസ്യ സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധന. അപ്പൊ പുണ്യം ഉണ്ടാകുക എന്ന് ഏക മാർഗം എന്താണ്? അതിനെ നമുക്ക് ദേവീ സ്മരണം എന്ന് തന്നെ പറയാം അല്ലെ. ദേവീ പൂജ, ദേവീ ജപം എല്ലാം തന്നെ നമുക്ക് ആ പുണ്യമാർഗമാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക്
എല്ലാ ദേവതകളും അവരെ രക്ഷിക്കും, അല്ലെ? അപ്പോ ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ ഭഗവതി. ഭഗം എന്ന് പറഞ്ഞാൽ കുടുംബം, അല്ലെ? സംസാരം. ഭഗവാൻ എന്ന് പറഞ്ഞാല് ഭഗവതി എന്ന് പറഞ്ഞാൽ സംസാര ബന്ധനത്തിൽ നിന്ന്, ബന്ധമല്ലത്, ബന്ധനാണ്, അല്ലെ? അപ്പോ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് എല്ലാ ദേവതകളും അവരെ രക്ഷിക്കുമെന്ന് വശന്യാദി ദേവതകൾ വീണ്ടും വീണ്ടും പറയുന്നു. ഈ ദേവതകൾക്ക് പോലും ദേവിയെ 50% അറിയാവൂ. സദാശിവന് മാത്രമേ ദേവിയെ പൂർണ്ണമായിട്ട് അറിയാവൂ. അപ്പോൾ എല്ലാ ഭുവനങ്ങൾക്കും ആ ഒരു ബ്രഹ്മാണ്ടങ്ങളുള്ള എല്ലാ ജീവരാശിക്കും അനുഗ്രഹം കൊടുക്കുന്നത് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ഏറ്റവും ഉയർന്നിരിക്കുന്ന ദേവിയുടെ 1000 നാമങ്ങളാണ്. ഇതിലില്ലാത്തതായിട്ട് ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. വേദം, ഉപനിഷത്ത്, പുരാണം എല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. മനുഷ്യർ ആനന്ദമായിട്ട് ജീവിക്കണം, ഇല്ലേ? എന്നാലേ മറ്റുള്ളവർക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ആ ഒരു എന്താ പറയാ ജന്മം അപ്പൊ ദേവി എന്ന് പറയുന്നത് എന്താ? ജനിമൃതികളിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കുന്നവളാണ്. അപ്പൊ ദേവിയുടെ ആ ഒരു എന്താ പറയാ ശ്രുതി സീമന്ത് പാദാബ്ജ ധൂളികായേ നമ. അപ്പൊ ദേവിയുടെ ആ ഒരു പാദധൂളി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഭുവനങ്ങളും ചേർന്ന് ആ അറിവിന് തുല്യമാണ് ദേവിയുടെ പാദധൂളി. ദേവിയുടെ ആ ഒരു സീമയില് ആ ഉള്ള ദ്വാദശാന്തം വരെയുള്ള കുങ്കുമത്തിന്റെ ധൂളികള് ഇപ്പൊ സർവ വേദം ആ ഒരു വേദാന്ത സംവേദിയായിരിക്കുന്ന ദേവി, അല്ലെ? സീമന്ത രേഖയിലെ സിന്ദൂര ധൂളികള്. അപ്പൊ ദേവിയുടെ ആ നാമത്തില് ദേവി എന്താ പറയാ സുമംഗലിയായിട്ട് കുങ്കുമം ധരിച്ചിരിക്കണം. അതിലെ ധൂളികള്, ആ ധൂളികള് എന്ന് പറയുന്നത് എന്താ? പുരാണങ്ങളിലെ വേദപുരാണങ്ങളിലും 5 വേദങ്ങളിൽ മൃക്ക്, യജുസ്, സാമം, അഥർവം, ആ ഒരു പഞ്ചമവേദം ആയിരിക്കുന്ന ഗീത, ഉപനിഷത്തില് 3 അരുണോപനിഷത്ത്, ത്രിപുര ഉപനിഷത്ത്, ഭാവന ഉപനിഷത്ത്, 6 സൂത്രങ്ങള്, 3 രഹസ്യങ്ങള്, ശാസ്ത്രങ്ങള്, തന്ത്രം, ഇതിഹാസം, മഹാകാവ്യങ്ങള്, സ്തോത്രങ്ങള്, എല്ലാ എന്താ പറയാ ക്രിയകള്, അർച്ചനകള് എല്ലാം ദേവിയുടെ ആ ഒരു വിവരങ്ങളുണ്ട്. കാരണം ദേവിയുടെ ആ ഒരു ദേവി അണിഞ്ഞിരിക്കുന്ന കുങ്കുമത്തിന്റെ ധൂളികളിൽ പോലും അതുണ്ട്. അതുകൊണ്ട് ലളിതാ സഹസ്രനാമം വായിച്ചാല് എന്താ പറയാ ഒരാൾക്ക് കിട്ടുന്നത് എന്തെന്ന് പറഞ്ഞാല് ഇതെല്ലാം. കാരണം ഈ എന്താ പറയാ ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ സബ്ജക്റ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞ വേദങ്ങള്, ഉപനിഷത്ത് സകലതും അത് പഠിച്ചതിന് തുല്യമാണ്. അത് പഠിച്ചാൽ കിട്ടുന്ന അനുഗ്രഹത്തിന് തുല്യമാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ വാച കർമ്മണ ഹീനം കാണാത്തവൻ ഹിന്ദു. അപ്പോ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം തന്നെയാണ്, അല്ലെ? ഇപ്പൊ ശ്രീമാത, ശ്രീ എന്നാല് വേദം, വിഷം, വിഷത്തിൽ നിന്നാണ് അമൃതം ഉണ്ടാകുന്നത്. അപ്പോ ആ ഒരു ഹലാഹലം എന്ന വിഷത്തിൽ നിന്ന് ആ ഒരു സകല മരുന്നുകള്, അല്ലെ? പല പല മെഡിസിൻസ് ഉണ്ടാകണമെന്നാണ്. എല്ലാറ്റിന്റെയും അമ്മ. ഇപ്പൊ ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞാല് നിർമ്മല ഹൃദയമുള്ളവർക്ക് ഉപദേശം കൊടുക്കാവൂ എന്ന് പറയണു. അഗസ്ത്യന്റെ ഗുരു ലോപാമുദ്രയാണ്. അതുകൊണ്ടാണ് എല്ലാ മന്ത്രതന്ത്രങ്ങൾക്കും കൊടുത്ത ശേഷം അഗസ്ത്യൻ ചോദിച്ചതിന് ശേഷം മാത്രമേ ഹയഗ്രീവൻ ലളിതാ സഹസ്രനാമത്തെ കൊടുത്തുള്ളൂ, അല്ലെ? അത്രയ്ക്ക് ഉയർന്നതാണിത്. ഇപ്പൊ ബ്രഹ്മത്തിന് ആ ഒരു ബ്രാഹ്മണന് ഗർഭത്തിലെ ഇനിസിയേഷൻ കിട്ടാറുണ്ടെന്ന് പറയും. അതുകൊണ്ട് അവർക്ക് ബ്രഹ്മയജ്ഞം, ആ ഒരു വേദജപം എല്ലാം തന്നെ അവർക്ക് ആ ഒരു വേദ അവർക്ക് ഈ ഒരു എന്താ പറയാ ഇനിസിയേഷനിലൂടെ കിട്ടുന്നുണ്ട്. ഗായത്രി മന്ത്രം കിട്ടുന്നതിനെയാണ് നമ്മൾ അവർക്ക് വേദോപദേശം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് അതിലൂടെ ബ്രഹ്മജ്ഞാനം കിട്ടുന്നുണ്ട്. അപ്പൊ പുംസവനം, സീമന്തം, കർമ്മം എല്ലാം തന്നെ പല ഗർഭ കർമ്മങ്ങളെല്ലാം തന്നെ ഈ ഒരു എന്താ പറയുക ഉള്ളിലിരിക്കുന്ന അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ജീവന്റെ ആ ഒരു ദോഷഫലങ്ങളെ മാറ്റുന്നതാണ്. മന്ത്രങ്ങളാണിത്. ഈ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം മന്ത്രങ്ങൾ അനുസരിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞ് ആ ഒരു വംശത്തിന് തന്നെ കീർത്തി ഉണ്ടാക്കും. ഇപ്പൊ കുഞ്ഞുങ്ങൾ ചെറുതിലെ തന്നെ ലളിതാ സഹസ്രനാമം വായിക്കണം. ഇപ്പൊ ദേവി നിധിയാണിത്. ശിവന്റെ അടുത്ത് ദേവി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇടപഴകാൻ യോഗ്യതയുള്ളവ അവരാണ് ഭൃഗു, ചണ്ഡേശ്വരൻ, സനകാദികള്, പതഞ്ജലി, വ്യാഘ്രപാദർ തുടങ്ങിയവര് മാത്രമാണ്. ഇപ്പൊ ശിവസൂത്രങ്ങൾക്ക് ശിവൻ പാർവതിക്കാണ് കൊടുത്തത്. കുഞ്ഞുങ്ങളോട് കൂടുതൽ
ആ ഒരു കമ്മിറ്റ്മെന്റ് കൂടുതൽ അമ്മമാർക്കാണ്. അതുകൊണ്ട് തന്നെ ശിവൻ ശക്തിക്കാണ് ഉപദേശം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അപ്പോ ആ വരിവസ്യ രഹസ്യം വളരെ രഹസ്യമാണ് അല്ലെ? ആ ഒരു ശക്തി രഹസ്യമാണ്. വേദ ഉപനിഷത്തുകളെല്ലാം തന്നെ മനുഷ്യൻ എങ്ങനെ ആനന്ദമായിട്ട് കഴിയാമെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അതിനുള്ള വഴികളാണ് ഉപദേശിച്ചു തരുന്നത്. ആ ഋഷിമുനിമാര് അനേക ജന്മങ്ങളില് തന്റെ തപസ് കൊണ്ട് കണ്ടെത്തിയ ആ ഒരു സത്യങ്ങളാണ് ആ ഒരു ഉപാസകർക്ക് വേണ്ടിയിട്ട് അവര് പകർന്നു തന്നിരിക്കുന്നത്. ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ ഋഷിമുനിമാരാണ്. അവർക്ക് അവനവന്റെ ഒരു കാര്യസാധ്യത്തിനല്ല, എല്ലാവരും നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഈ ലോകത്തിന് തന്നെ ഇത് കൊടുത്തത്. ഇപ്പൊ എല്ലാം വേദപുരാണങ്ങള്, സൂര്യൻ, വായു, ഇന്ദ്രൻ, ശിവൻ, ശക്തി, ഏത് ദേവതയിലൂടെ വേണമെങ്കിലും നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കും. ലോകം മുഴുവൻ സഞ്ചരിച്ച് മനുഷ്യന്റെ ദുഃഖ കാരണങ്ങൾ മനസ്സിലാക്കി അവയ്ക്കൊക്കെ പരിഹാര കർമ്മങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആചാരം അനുഷ്ഠാനങ്ങളാണ് എല്ലാ മനുഷ്യന്റെയും ഈ പറഞ്ഞ ബേസിക് ആയിരിക്കുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത്. ഏത് മനുഷ്യനും സത്യം അറിയാൻ ചില ബേസിക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം അല്ലേ? മന്ത്രം, ആ ഒരു മന്ത്രത്തിന്റെ ആ പ്രധാനമായിട്ട് അത് ലഭിച്ചാല് അത് ശ്രദ്ധയോടെ അതിനെ പുരസ്ചരണം ചെയ്യുക, ആ മന്ത്രത്തെ ശ്രദ്ധയോടുകൂടി ജപിക്കുക, ഇതെല്ലാം തന്നെ അത് ആ മന്ത്രം വളർന്ന് ഉള്ളിൽ തന്നെ നമുക്ക് മന്ത്രദേവതയെ കാണിച്ചു കൊടുക്കും അല്ലെ? ഒരു മന്ത്രം ഋഷിക്ക് കിട്ടാൻ വർഷങ്ങളുടെ തപസ് കൊണ്ടാണ് കിട്ടുന്നത്. ഋഷി, ഛന്ദസ്, ദേവത ഏത് മന്ത്രത്തിനും വളരെ പ്രധാനമാണ്. ആ ഒരു ചിത്ശക്തി അതിന്റെ ആ ഒരു തനി രൂപത്തില് മന്ത്രം സാധകനിൽ വന്നു ചേരണം അല്ലെ? അപ്പൊ അതിന് ഋഷിമുനിമാരുടെ അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് നമ്മൾ ഋഷിയെ വന്ദിക്കുന്നത്. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് 14 അധ്യായങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് അല്ലെ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു 14 അധ്യായങ്ങൾ എന്താ? നമുക്ക് ആ 14 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ആ 14 മാർഗങ്ങളാണ് അമ്മയിൽ എത്തിച്ചേരാൻ. 14 അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ 14 വഴികൾ. ഓരോ മന്ത്രത്തിലും ഇല്ലെങ്കിൽ ഓരോ അധ്യായത്തിലും നമുക്ക് ശ്രദ്ധയോടുകൂടി വശിന്യാദി ദേവതകള് ഈ പറഞ്ഞ അതിന്റെ രചന, അതിലെ മന്ത്രദേവത, അമ്മയുടെ പല പല രൂപങ്ങൾ, സ്ഥൂല സൂക്ഷ്മ കാരണ രൂപങ്ങൾ എല്ലാം തന്നെ എന്താ പറയാ ആലേഖനം ചെയ്തിരിക്കുകയാണ്, അതില് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു ഉപനിഷത്തുകള്, 64 കലകള്, 1008 ഉപനിഷത്തുകള്, ചതുർവേദങ്ങള്, 6 ശാസ്ത്രങ്ങള്, ഇതെല്ലാം തന്നെ ഈ ഒരു സ്തോത്രമാല, ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന സ്തോത്രമാലയിൽ അടങ്ങിയിട്ടുണ്ട്. അക്ഷരങ്ങൾക്ക് മുകളിലുള്ള മന്ത്രങ്ങളെ നമ്മള് എന്താ പറയാ 20 അക്ഷരങ്ങൾക്ക് മുകളിലുള്ളതിനെല്ലാം നമ്മൾ മാലാമന്ത്രങ്ങൾ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ലളിതാ സഹസ്രനാമത്തിന് 14 അധ്യായങ്ങളുണ്ട്. നമ്മൾ ആ 14 അധ്യായങ്ങള് ഓരോ അധ്യായമായിട്ട് നമ്മൾ പഠിച്ചു പോകും. അപ്പം നമുക്ക് 14 അധ്യായങ്ങളുടെ പേര് മാത്രം ഒന്ന് പറഞ്ഞ് ഇന്നിവിടെ നിർത്താം. കാരണം 14 അധ്യായങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് ശ്രീ മാതൃ അവതാരാണ്. രണ്ടാമത്തത് ശ്രീമൻ നഗരം, മൂന്നാമത്തത് ഭണ്ഡാസുര വധം, നാലാമത്തത് മന്ത്രരൂപം, 5 കുണ്ടലിനി രൂപം, 6 ഭക്ത അനുഗ്രഹം, 7 നിർഗുണോപാസന, 8 സഗുണോപാസന, 9 പഞ്ചബ്രഹ്മ സ്വരൂപം, 10 ക്ഷേത്രജ്ഞ രൂപം, 11 പീഠാനി അംഗദേവത, 12 യോഗിനി ന്യാസം, 13 വിഭൂതി വിസ്താര മാർഗം, 14 ശിവശക്തി ഐക്യരൂപം. അപ്പോ 14 അധ്യായങ്ങളിലായിട്ട് അമ്മ പല രൂപത്തില് മന്ത്രസ്വരൂപത്തില് കൊണ്ട് ഭക്തരെ എങ്ങനെ അനുഗ്രഹിക്കാം, ഒരമ്മയ്ക്ക് തന്റെ മക്കളെ എങ്ങനെ ഈ പറയുന്ന ക്ലേശങ്ങളിൽ നിന്ന് അല്ലെ? അപ്പൊ ആ നമ്മുടെ ഈ ഒരു ഭവസാഗരത്തിൽ വീണ് കിടക്കുന്ന കർമ്മഗ്രാഹ ഗൃഹീതാംഗം അല്ലെ, മുതല, ഈ സംസാരമാകുന്ന മുതല നമ്മുടെ കാലിൽ പിടിച്ചിരിക്കുകയാണ് അല്ലെ? അവരെ എങ്ങനെ രക്ഷിക്കാം? മാ സമുദ്ധരണ ഭവാർണവാത്, ഈ ഭവാർണവത്തിൽ നിന്ന്, ഈ ഭവിച്ച സമുദ്രത്തിൽ നിന്ന് തന്റെ മക്കളെ എങ്ങനെയാണ് മോക്ഷം കൊടുത്ത് കൊണ്ടുപോകാമെന്ന് ഒറ്റ ചിന്തയോടുകൂടിയാണ് അമ്മ ദേവി പരാശക്തി വശിന്യാദികളോട് ഈ ലളിതാ സഹസ്രനാമം രചിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ രചിച്ച ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ഓരോരുത്തർക്കും, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സുള്ളവൻ അല്ലെ? മനസ്സുഖമാണ് ഏറ്റവും വലിയ സുഖം എന്ന് പറയാറുണ്ട്. ബുദ്ധി, ആ മനുഷ്യന് മാത്രം ഭാവന കൊണ്ട് ദേവി സ്വരൂപത്തെ കാണാൻ സാധിക്കും. അപ്പൊ ബുദ്ധി കൊടുത്തിരിക്കുന്ന എന്തിനാ? അമ്മയെ കാണാൻ. മനസ്സ് ആ സന്തോഷിക്കാൻ അല്ലെ? അമ്മയെ കണ്ടാൽ സന്തോഷം കിട്ടും. മനസ്സ് സന്തോഷമായിരിക്കാൻ എന്താ വേണ്ടത്? ഈ അമ്മയെ സ്ഥിരമായിട്ട് കാണുക, ജപിക്കുക,
ഉള്ളിൽ അമ്മയുമായിട്ടുള്ള ഒരു പൂർണ്ണമായിരിക്കുന്ന ആത്മാവുമായിരിക്കുന്ന കണക്ഷൻ അല്ലെ. ഇപ്പൊ നമ്മുടെ 24 മണിക്കൂർ 24/7 അമ്മയുടെ നമ്മൾ ബാഹ്യത്തിൽ ചെയ്യുന്നതും എല്ലാം അമ്മയാണ്, അകത്ത് ചെയ്യുന്നത് അമ്മയാണ്. ഈ ശരീരം പഞ്ചഭൂതമായിരിക്കുന്ന അമ്മയാണ്. ഇവിടെ അമ്മയല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല അല്ലെ. ഇപ്പം യാതൊന്ന് കാൺപതത് നാരായണ പ്രതിമ എന്ന് പറഞ്ഞ പോലെ സർവം ശക്തിമയം ജഗത്. ഈ ജഗത്ത് എന്ന് പറയുന്നത് ജഗത് കാരണം അമ്മയാണ്, ജഗത് കാര്യം അമ്മയാണ്. തിരിച്ച് കാര്യവും കാരണവും കഴിഞ്ഞ് ഒന്നുമില്ലാത്ത ശൂന്യാവസ്ഥയും അമ്മ തന്നെയാണ്. അപ്പൊ ആ അമ്മയിലേക്ക് നമ്മളെ മക്കളാകുന്ന കുഞ്ഞുങ്ങളെല്ലാം തിരിച്ചു ചെന്ന് ലയിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ജന്മം എന്ന് പറയുന്ന ഈ ശരീരധാരണത്തിൽ നിന്ന് ഓരോ ജീവനും മുക്തി പ്രാപിച്ച് അമ്മയുടെ കൈവല്യമായിരിക്കുന്ന ആ പദത്തിലേക്ക് എത്തിച്ചേരണം. അതിന് ഈ ലളിതാ സഹസ്രനാമം പൂർണ്ണമായിട്ട് നമ്മളെ സഹായിക്കും, സംശയമൊന്നുമില്ല. കാരണം നമ്മളോട് നമസ്കാര ശ്ലോകത്തിൽ നമ്മൾ പറയുന്ന എന്താണ്? ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. എല്ലാം ആ ഒരു എന്താ പറയാ ജഗദംബികയായിരിക്കണം അമ്മയുടെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ദേവിയുടെ ഓരോ നാമങ്ങൾ എടുത്ത് അതിലൂടെ സഞ്ചരിച്ച് അവസാനം ശിവശക്തി ഐക്യ രൂപത്തിൽ എത്തിച്ചേർന്ന് പൂർണ്ണമായിരിക്കുന്ന അംബികയുടെ അനുഗ്രഹം നേടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.